പറയുന്നത് മുഹമ്മദ് മുസ്തഫ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഭ്രാന്തനാണെന്നോ? മുഹമ്മദ് മുസ്തഫ കാമപിശാചാണെന്നോ? മുഹമ്മദ് മുസ്തഫ തിന്മയുടെ വക്താവാണോ? അല്ലടോ. മുഹമ്മദ് മുസ്തഫ വൈലുൽ മുത്തഫിഫീൻ പറഞ്ഞ വ്യക്തിയാണ്. മുഹമ്മദ് മുസ്തഫ അബസവത്തവല്ല പഠിപ്പിച്ച വ്യക്തിയാണ്. മുഹമ്മദ് മുസ്തഫ ഫലഖതഹമൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമു ഫീ യൗമിൻ ദി മസ്ഖബ. അതേ മുസ്ലിം സമൂഹമേ, നിങ്ങൾ ഗിരി ശൃംഗങ്ങൾ താണ്ടേണ്ടതുണ്ട്. നിങ്ങൾ അടിമകളെ മോചിപ്പിക്കണം, അടിമ ചങ്ങലകൾ പൊട്ടിക്കണം. ഫക്കു റഖബ, അടിമ ചങ്ങലകൾ പൊട്ടിക്കണം. ഔ ഇത്ആമു ഫീ യൗമിൻ ദി മസ്ഖബ, യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, അഗതികൾക്ക് മണ്ണ് കപ്പി അഗതികൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെ വംശീയതയെ, വർണ്ണവെറിയെ, പെൺകുട്ടികളെ കുഴിച്ചുമൂടിയവരെ ചോദ്യം ചെയ്ത ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫയ്ക്ക് മുമ്പുള്ള മക്ക, മുഹമ്മദ് മുസ്തഫയ്ക്ക് ശേഷമുള്ള മദീന, ആ മദീനയെ ചെന്ന് നോക്കി നിങ്ങൾക്ക് കാണാം. നമ്മുടെ കാലഘട്ടത്തിൽ പണ്ടൊക്കെ തെരുവുകളിലും പാർലമെന്റുകളിലും നിയമസഭകളിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലൊക്കെ നടക്കുന്ന ചർച്ചകളുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ, മനോരമയുടെയോ മാതൃഭൂമിയുടെയോ മുഖ്യധാര ചാനലുകളിലൊക്കെ നടക്കുന്ന ചർച്ചകളുടെ പത്രമാധ്യമങ്ങളുടെ വെളിച്ചത്തിലാണ് പഴയ കാലഘട്ടങ്ങളിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്തിരുന്നത്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഇത്തരമൊരു ചർച്ച, ഇത്തരമൊരു ഇഷ്യൂ, ഇത്തരമൊരു ക്യാമ്പയിൻ പോലും എന്തുകൊണ്ട് ഇത്ര ശക്തമായി നടത്തുന്നു എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ നെറ്റിന്റെ ലോകത്ത്, മൊബൈലുകളുടെ ലോകത്ത്, സോഷ്യൽ മീഡിയകളുടെ ലോകത്ത് ജീവിക്കാത്ത ആളുകൾ, യഥാർത്ഥത്തിൽ പുതിയ ലോകത്ത് ഏറ്റവും വലിയ രാജ്യം എന്നത്, ഏറ്റവും വലിയ ജനത ജീവിക്കുന്ന രാജ്യം ചൈനയല്ല, ഇന്ത്യയല്ല, മറിച്ച് ഫേസ്ബുക്കാണ്. അതുകൊണ്ട് ഫേസ്ബുക്കിൽ ലിങ്ക് ഇല്ലാത്തവർ, അക്കൗണ്ട് ഇല്ലാത്തവർ, അത്തരത്തിലുള്ള നെറ്റിസൺഷിപ്പ് ഇല്ലാത്തവർക്ക് ഒരുപക്ഷെ ഇന്നത്തെ ലോകത്ത് സിറ്റിസൺഷിപ്പ് പോലും ഇല്ല. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ലോകത്ത് പുതിയ തലമുറ, പണ്ടൊക്കെ നമ്മൾ കരയിൽ ജീവിക്കുന്ന ജീവി ഏത്, കടലിൽ ജീവിക്കുന്ന ജീവികൾ ഏത്, കരയിലും കടലിലും ജീവിക്കുന്ന ജീവികൾ ഏത്, ഇങ്ങനെയൊക്കെ കടങ്കഥകൾ ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ തലമുറകൾ, നമ്മുടെ പ്രത്യേകിച്ച് യുവ വിദ്യാർത്ഥി പുതുതലമുറകളൊക്കെ അവർ ജീവിക്കുന്നത് കടലിലാണോ കരയിലാണോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ അവർ ജീവിക്കുന്നത് ഈ വാട്സപ്പിലാണ്, ഫേസ്ബുക്കിലാണ്. അവിടെയാണ് അവർ എഴുത്തിക്കാഫ്, അതാണ് അവർ അന്ത്യനാളിനെ കുറിച്ച് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചനങ്ങൾ കാണാൻ കഴിയും. അന്ത്യകാലങ്ങളിൽ അവർ ഖിബ്ല എന്ന് പറയുന്നതിനും നിസ്സാ, പെണ്ണുങ്ങളായിരിക്കും, സ്ത്രീകളായിരിക്കും. യഥാർത്ഥത്തിൽ ഇന്ന് അവർ ഇരിക്കുന്നത്, അവർ ഖിബ്ല എന്ന് പറയുന്നത് മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുക എന്ന പ്രയോഗം നെയ്യത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇന്നത്തെ തലമുറ അവരുടെ ഖിബ്ല എന്ന് പറയുന്നത് അവരുടെ മുമ്പിലിരിക്കുന്ന മൊബൈലാണ്. അത് വലിയ ലോകമാണ്. ആ വലിയ ലോകത്ത് അതിലെ ചർച്ചകളും കാഴ്ചകളും ചിത്രങ്ങളും അതിലെ ടെക്നോളജിയും അതിലാണ് പുതുതലമുറ അഭിരമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുള്ളിൽ നടക്കുന്ന ചർച്ചകൾ, പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ കാലഘട്ടമായിരുന്നു. ആ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ അവർ സമൂഹവും സ്കൂളും കോളേജുകളും മറ്റ് വിദ്യാഭ്യാസ പ്രക്രിയകളൊന്നും പോകാതിരുന്നപ്പോൾ മുഴുസമയം യഥാർത്ഥത്തിൽ ലൈലം വനഹാറ എന്ന് പറയുന്ന സ്വഭാവത്തിൽ മുഴുസമയവും ഇത്തരം ചർച്ചകളിൽ അഭിരമിക്കുകയാണ്, ഇത്തരം കാഴ്ചകളിലും വർത്തമാനങ്ങളിലും അഭിരമിക്കുകയാണ്. പ്രിയമുള്ളവരെ, പുതിയ കാലഘട്ടത്തിൽ വല ഉദില്ലന്നഹും വല ഉമന്നിയന്നഹും വല യുബത്തികുന്ന ആദാനൽ അൻആം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم. പിശാചിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പിശാച് മനുഷ്യൻ സന്മാർഗത്തിലേക്ക് പോകുമ്പോൾ ആ സന്മാർഗത്തെ തടയുവാൻ വേണ്ടി അവരുടെ മുമ്പിൽ ഞാൻ ഇരിക്കും എന്ന് പിശാച് പറയുന്നുണ്ട്. അവന്റെ മുന്നിലൂടെ, അവന്റെ പിന്നിലൂടെ, അവന്റെ വലതുഭാഗത്തിലൂടെ, അവന്റെ ഇടതുഭാഗത്തിലൂടെ, നാനാഭാഗങ്ങളിലൂടെയും മനുഷ്യനെ വഴിപഴപ്പിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യനെ വഴിതെറ്റിയ വഴിയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ഞാൻ അവന്റെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും എല്ലാ ഭാഗത്തും നന്ദിയുള്ളവരായിട്ട് നിനക്ക് അധികം ആളുകളെയും കാണാൻ കഴിയില്ല. ഇങ്ങനെ മനുഷ്യനെ വഴിപിഴപ്പിക്കുവാനുള്ള എല്ലാവിധ ചൂണ്ടകളുമായിട്ട് ഞാൻ പിശാച് കടന്നു വരും എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ തലമുറ, ആ തലമുറകൾ ഇത്തരം ഗ്രൂപ്പുകളിൽ അംഗങ്ങളാവുകയും ആ ഗ്രൂപ്പുകൾക്കിടന്ന ചർച്ചകൾ, ക്ലബ് ഹൗസ് പോലുള്ള പുതിയ പുതിയ സൂം, അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ്, അതുപോലെ തന്നെ പുതിയ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ കടന്നു വരികയും ക്ലബ് ഹൗസുകൾ പോലുള്ള സംവിധാനങ്ങൾ, അതിലെ
ഇതിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഒരുപക്ഷെ ചർച്ചയുടെ ഭീകരത പോലും, ഈ ചർച്ചയുടെ ഭീകരത മനസ്സിലാകാത്ത ആളുകൾ ഒരുപക്ഷെ സദസ്സിലുണ്ടാകും. രാത്രി 12 മണിക്ക്, 1 മണിക്ക്, 2 മണിക്ക്, 3 മണിക്കൊക്കെ ഒരുപക്ഷെ ക്ലബ് ഹൗസിൽ രാത്രി എഴുന്നേറ്റ് മൂത്രമൊഴിക്കാൻ നേരത്ത് ഒന്ന് നിങ്ങൾ തുറന്നു നോക്കിയാൽ ക്ലബ് ഹൗസിൽ ചർച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഖാരിയിലെ 3353 ഹദീസ് ചർച്ച ചെയ്യുന്നു. സഹീഹ് മുസ്ലിമിൽ 2414 ഹദീസ് ചർച്ച ചെയ്യുന്നു. പ്രവാചകന്റെ ചരിത്രത്തിൽ താരീഖ്, സീറ, ഉലൂമുൽ ഖുർആൻ, ഉസൂലുൽ ഫിഖ്ഹ്, ഫിഖ്ഹിന്റെ പുസ്തകങ്ങൾ, തുഹ്ഫ, മഹല്ലി, അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇസ്ലാമിന്റെ ഫറായിദ് വരെ, ഇസ്ലാമിന്റെ അനന്തരാവകാശം വരെ, അഥവാ ഖുർആന്, ഹദീസ്, ഫിഖ്ഹ്, ഉസൂലുകൾ, ഉലൂമുകൾ, അങ്ങനെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ അതിനുള്ളിൽ കടന്നിട്ട് പ്രിയമുള്ളവരെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, പ്രവാചകനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ആവശ്യമുള്ള തെളിവുകൾ കുത്തിപ്പൊക്കി അത്ര ഹദീസുകളെയും ഖുർആൻ ആയത്തുകളെയും, സൂറത്തു തൗബയിലെ ആയത്തുകൾ, സൂറത്തുൽ അൻഫാലിലെ ആയത്തുകൾ, സൂറത്തുൽ അഹ്സാബിലെ ആയത്തുകൾ ഇങ്ങനെ കഷ്ണിച്ച് എഡിറ്റ് ചെയ്ത് അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയും ഇസ്ലാമിക ആദർശത്തെയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുന്ന ഇസ്ലാമിക വിശ്വാസങ്ങളെ എല്ലാം തന്നെ എങ്ങനെ പൈശാചികവൽക്കരിക്കാം, എങ്ങനെ ഭീകരവൽക്കരിക്കാം, ഇസ്ലാമിന്റെ മുഖത്ത് ഒരു പൈശാചിക മാസ്ക് ഇട്ടുകൊണ്ട്, പ്രവാചകന്റെ മുഖത്ത് ഒരു പൈശാചിക മാസ്ക് ഇട്ടുകൊണ്ട് സമൂഹത്തെ ഇസ്ലാമിനെതിരിൽ ഒരു വലിയ സമൂഹം, ഒരു വലിയ സംഘം, അഹ്സാബ്, വിശുദ്ധ ഖുർആനിൽ അഹ്സാബ് എന്ന് പറയുന്ന അധ്യായമുണ്ട്. വലമ്മ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ്, അതെ അഹ്സാബുകൾ, സഖ്യസേനകൾ. അന്നത്തെ സഖ്യസേന എന്ന് പറയുന്നത് മദീനയിലെ യഹൂദികളുണ്ട്, ബനു ഖൈനുഖാ ഉണ്ട്, ബനു നളീർ ഉണ്ട്, ബനു ഖുറൈള ഉണ്ട്, അതുപോലെ ചെറിയ ചെറിയ ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്, മക്കയിൽ നിന്നും മുശ്രിക്കുകളുണ്ട്. ഇവരെല്ലാവരും മദീനയെ വളഞ്ഞു. മദീനയുടെ അകത്തു നിന്നും മദീനയുടെ പുറത്തു നിന്നും എല്ലാവരും കൂടി ചേർന്നു. മുശ്രിക്കുകള്, മുനാഫിക്കുകള്, നേരത്തെ പറഞ്ഞ യഹൂദി ഗോത്രങ്ങള്, ക്രൈസ്തവ ഗോത്രങ്ങള്, മക്കയിലെ ഖുറൈശികൾ, ഇവരെല്ലാവരും കൂടി ഇത് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ് സാഗത്തുൽ അബ്സാർ വബലഗത്തുൽ ഖുലൂബുൽ ഹനാജിർ വതظنون ബില്ലാഹി الظنون. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ദേ മേലെ നിന്ന് വരുന്നു, ദേ താഴെ ഭാഗത്തു നിന്ന് വരുന്നു, അവിടെ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് വരുന്നു, എല്ലാ ഭാഗത്തു നിന്നും കൂടി ഇതാ മുസ്ലിങ്ങളെ ഉന്മൂലനം നിർത്താൻ വേണ്ടി, അങ്ങോട്ട് നശിപ്പിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി മദീനയിലേക്ക് ചീറിപ്പാഞ്ഞു വന്ന 10,000-കണക്കിന് ശത്രു സമൂഹങ്ങൾ എല്ലാവരും ഉണ്ട്. നാനാഭാഗങ്ങളിൽ നിന്നും ശത്രു സമൂഹം മദീനയെ വളഞ്ഞു വെച്ച് ആക്രമിക്കാൻ വന്നൊരു ചിത്രം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിലുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്നത്തെ ക്ലബ് ഹൗസിൽ പരിശോധിച്ചു നോക്കിയാൽ, അവരുടെ ചർച്ചകൾ പരിശോധിച്ചു നോക്കിയാൽ, ഇതേ സഖ്യസേന, ഇറാഖിൽ ആ സഖ്യസേന ഉണ്ടായിരുന്നു, അഫ്ഗാനിൽ ആ സഖ്യസേന ഉണ്ടായിരുന്നു, 1ഉം 2ഉം മഹായുദ്ധങ്ങളിൽ ആ സഖ്യസേന ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഇത്തരം സഖ്യസേനകൾ ഇസ്ലാമിനെതിരിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ലോക തലത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ, സാക്ഷാൽ കേരളത്തിൽ പോലും ഇപ്പോൾ ആ സഖ്യസേന വളരെ നിഗൂഢമായി, വളരെ ഗൂഢ താല്പര്യങ്ങളോടെ, വളരെ ബോധപൂർവം എല്ലാവരും പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രംഗമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടില് ഈ റിലേ എന്ന് പറയുന്ന ഒരു മത്സരമുണ്ട്. ബാറ്റൺ കൊടുത്തിട്ട് ബാറ്റ് നോടും, അടുത്ത ഓട്ടം 100-200 മീറ്റർ ഒരാൾ ഓടിയാൽ ആ ബാറ്റൺ അടുത്ത ആൾക്ക് കൈമാറും. അവരോടിയിട്ട് 100-200 മീറ്റർ ഓടി കഴിയുമ്പോൾ അപ്പുറത്തെ ആൾക്ക് കൈമാറും. ഇങ്ങനെ ബാറ്റൺ കൈമാറി റിലേ ഓടുന്നത് പോലെ പ്രിയമുള്ളവരെ സംഘപരിവാർ ആ സംഘപരിവാർ ഓടി 200 മീറ്റർ ഓടിക്കഴിഞ്ഞിട്ട് അത് ക്രിസംഗികളെ ഏൽപ്പിക്കുന്നു, കത്തോലിക്ക സഭയെ ഏൽപ്പിക്കുന്നു, സെബാസ്റ്റ്യന്മാരെ ഏൽപ്പിക്കുന്നു, അതല്ലെങ്കിൽ സാജൻ സക്രിയമാരെ ഏൽപ്പിക്കുന്നു, മറുനാടന്മാരെ ഏൽപ്പിക്കുന്നു, കർമ്മ ന്യൂസുകളെ ഏൽപ്പിക്കുന്നു, അതുപോലെ ഒരുപാട് ഓൺലൈൻ മഞ്ഞ പത്രങ്ങൾ ഏൽപ്പിക്കുന്നു. അവര് 100 മീറ്റർ 200 മീറ്റർ ഓടി യുക്തിവാദികൾ ഏൽപ്പിക്കുന്നു, യുക്തിവാദി ജബ്രകൾ, രവിചന്ദ്രന്മാർ, അങ്ങനെ തുടങ്ങുന്ന ജബ്രകളുടെ ടീം, രവിചന്ദ്രന്മാരുടെ അഭിനവ നവനാസ്തികർ എന്ന് പറയുന്ന യുക്തിവാദത്തിന്റെ പുതിയ മേലങ്കിയാണ് ഫാഷിസത്തോടും സാമ്രാജ്യത്വത്തോടും സിയോണിസത്തിനെയും ഫണ്ടുകൾ സ്വീകരിച്ചുകൊണ്ട് വെറുതെ വരുന്നതല്ല. നമ്മുടെ നാട്ടിൽ വംശനാശം സംഭവിച്ച ജീവികളിൽ പെട്ടതാണ് കേരള യുക്തിവാദി സംഘം. പ്രിയമുള്ളവരെ, പല ജീവി മാമത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, സിംഹവാലൻ കുരങ്ങിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അതുപോലെ പല ജീവികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പലതും വംശനാശം സംഭവിച്ചുപോയി. അതുപോലെ കേരളത്തിൽ വംശനാശം സംഭവിച്ച പ്രസ്ഥാനമായിരുന്നു കേരള യുക്തിവാദി സംഘം. കേരള യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം തൃശൂർ ജില്ലയിൽ കൂടുമ്പോൾ ആകെ 500 പേര് 600 പേരെ ഉണ്ടാവുകയുള്ളൂ. ആ പ്രസ്ഥാനം കുറ്റിയൊറ്റ പോയതാണ്. അന്നൊരു പക്ഷേ യുക്തിവാദി സംഘം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രാന്വേഷണ യുക്തി ചോദ്യങ്ങൾ ചോദിക്കുന്നവരായിരുന്നു. പവനന്മാർ
മാഷിന്റെ യുക്തിവാദ സംഘം, കലാനാഥൻ മാഷ് വരെ അതിന്റെ ആളായിരുന്നു. കലാനാഥൻ മാഷിന്റെ, പവനൻ മാഷിന്റെ, MT കോവൂരിന്റെ, MC-യുടെ, അതുപോലുള്ള പഴയകാല സനൽ ഇടമറകിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലെ യുക്തിവാദ സംഘം അവർ ചോദ്യങ്ങൾ ചോദിക്കും. ദൈവമുണ്ടോ? മതങ്ങളുണ്ടോ? പ്രവാചകന്മാർ ജീവിച്ചിരുന്നിട്ടുണ്ടോ? പ്രപഞ്ചത്തിന് പിന്നിൽ ദൈവമുണ്ടോ? അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഇതൊക്കെയായിരുന്നു അവരുടെ ചർച്ചകൾ. ആ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിരുന്ന മതങ്ങൾ ഹിന്ദു മതമായിരുന്നു, ക്രിസ്തു മതമായിരുന്നു. അങ്ങനെയുള്ള മതങ്ങളെ എല്ലാം വിമർശിക്കുകയും ഒരുപക്ഷെ ഈ യുക്തിവാദ സംഘം, നിരീശ്വരവാദ സംഘത്തിൽ നിന്നും ഒരുപാട് ആളുകൾ യഥാർത്ഥത്തിൽ ആ മതങ്ങളിൽ ഏറ്റവും ഭേദം ഇസ്ലാമാണ് എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഒരുപക്ഷെ നമുക്ക് ഡോക്ടർ EV ഉസ്മാൻ കോയെ പോലുള്ള ആളുകൾ, ഡോക്ടർ M ഉസ്മാനെ പോലുള്ള ആളുകൾ ഒരു കാലഘട്ടത്തിലെ യുക്തിവാദികളായിരുന്നു. കേരള യുക്തിവാദ സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ M ഉസ്മാൻ. പിന്നീട് അദ്ദേഹം കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി മാറുന്ന ചിത്രമുണ്ടായി. കേരളത്തിൽ യുക്തിവാദികളും നിരീശ്വരവാദികളുമായി സംവാദത്തിൽ, പ്രിയമുള്ളവരെ, ആ സംവാദ വേദികളിൽ ഉണ്ടായിരുന്ന പല ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. തമിഴ്നാട്ടിലെ അബ്ദുള്ള അടിയാർ യുക്തിവാദ സംഘത്തിലൂടെ പഠിച്ച് ഇസ്ലാമിൽ എത്തിച്ചേർന്ന വ്യക്തിയാണ്. തമിഴ്നാടിന്റെ നവോത്ഥാന നായകനായ പെരിയോർ രാമസ്വാമി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ദ്രാവിഡ സമൂഹം, ആര്യ സവർണ ബ്രാഹ്മണ സമൂഹത്തിനെതിരിൽ കറുത്ത വർഗക്കാരായ ഈ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽപ്പെട്ട ദ്രാവിഡ വിഭാഗമുണ്ടല്ലോ, ADDMK, AIDMK എന്നൊക്കെ പറയുന്നത്, അവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയമാണ്. അത്തരം രാഷ്ട്രീയത്തിന്റെ, ആ സമൂഹത്തിന്റെ നവോത്ഥാന വളർച്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചിരുന്ന പെരിയോർ രാമസ്വാമി നായ്ക്കരെ പോലുള്ള ആളുകൾ അവർ യുക്തിവാദികളായിരുന്നു, അവർ നിരീശ്വരവാദികളായിരുന്നു. പക്ഷെ അവർ ഏറ്റവും ഇഷ്ടപ്പെട്ട മതം ഇസ്ലാമായിരുന്നു. അവർ പറഞ്ഞിട്ട് ബ്രാഹ്മണ്യത്തിൽ നിന്നും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മോചനം കിട്ടണമെങ്കിൽ, ആര്യ ബ്രാഹ്മണ സവർണ വിഭാഗത്തിൽ നിന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് മോചനം കിട്ടണമെങ്കിൽ നിങ്ങൾ, പ്രിയമുള്ളവരെ, ബ്രാഹ്മണന്റെ യോനിയിൽ പോയി ജനിക്കണം, ബ്രാഹ്മണന്റെ ഗർഭത്തിൽ പോയി ജനിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം ആകണം. അതേ നിങ്ങൾക്ക് ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക്, ഈ രാജ്യത്തെ ദളിത്, പറയ, പുലയ, പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് വിമോചനത്തിന് വഴി എന്ന് പറയുന്നത് ഇസ്ലാം സ്വീകരിക്കേണ്ടതാണ് എന്ന്, പ്രിയമുള്ളവരെ, ആ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ രാമസ്വാമി നായ്ക്കർ പറയുന്നുണ്ട്. ഈ കേരളത്തിൽ പോലും ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവിന്റെ അധ്യാപനങ്ങൾ, അല്ലെങ്കിൽ അതിനുശേഷം വന്ന സഹോദരൻ അയ്യപ്പന്റെ സംസ്കാര നാളുകൾ, അതല്ലെങ്കിൽ അസവർണർക്ക് നല്ലത് ഇസ്ലാമാണ് എന്ന് തീയ യൂത്ത് ലീഗിനെ പോലുള്ള, അഥവാ കേരള നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ശ്രീനാരായണ ഗുരു മുതൽ, അയ്യങ്കാളി മുതൽ, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ ഉൾപ്പെടെ ആളുകളൊക്കെ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ സ്നേഹിച്ചിരുന്നു. അഥവാ മതങ്ങളിൽ ഏറ്റവും നല്ല മതം ഇസ്ലാമാണ് എന്നാണ് അന്നത്തെ യുക്തിവാദികളുടെ, ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ സമൂഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ഭൗതിക ജീവികൾക്കിടയിൽ ഏറ്റവും ഏറെ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു P ഗോവിന്ദപിള്ള. PG ലോകത്തെ കുറിച്ച് അന്ന് വായിച്ചിരുന്ന വ്യക്തി കേരളത്തിൽ PG ആയിരുന്നു. PG-യുടെ ലോകം, PG-യുടെ ലോകവീക്ഷണം എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അന്ന് P ഗോവിന്ദപിള്ള പറയുന്നുണ്ട്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണ്, എനിക്കൊരു മതത്തിൽ വിശ്വാസമില്ല, പക്ഷേ ഏതെങ്കിലും ഒരു മതത്തിൽ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിനെയാണ്, അത് ഇസ്ലാമിനെയാണ്. ഒരു വേദത്തിൽ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് ബൈബിളിൽ വിശ്വാസമില്ല, എനിക്ക് ഗീതയിൽ വിശ്വാസമില്ല, അത്തരം വേദഗ്രന്ഥങ്ങളോട് താല്പര്യമില്ല. പക്ഷേ ഖുർആനിലെ അധ്യാപനങ്ങൾ, ഖുർആനിലെ നിയമങ്ങൾ, ഖുർആനിലെ അധ്യാപനങ്ങൾ അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അഥവാ ലോകത്തെ ഏറ്റവും നല്ല കരുത്തുറ്റ ഒരു ദർശനം, എന്റെ ദർശനം കഴിഞ്ഞാൽ അത് ഖുർആനാണ്, അത് ഇസ്ലാമാണ് എന്ന് പറയാൻ മാത്രം ബുദ്ധിപരമായ സത്യസന്ധത P ഗോവിന്ദപിള്ള പോലും കാണിക്കുകയുണ്ടായി. MP നാരായണപിള്ളയെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്, ഈ കേരളീയ സമൂഹം പോലും സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് പോലും മോചനം കിട്ടാനുള്ള വഴി യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തെ, ഇസ്ലാമിക ശരീഅത്ത് സ്വീകരിക്കലാണ്. പൊന്നാനിയിൽ പോയി കേരളീയന്റെ സമ്പദ് വ്യവസ്ഥ പൊന്നാനിയിൽ പോയി തൊപ്പിയിട്ട് ശരീഅ ബേസ് സ്വീകരിച്ചാൽ എങ്കിൽ മാത്രമാണ് സ്വന്തം രാജ്യത്തിന്റെ വരുമാനത്തിന്റെ 20-25 ഭാഗം പലിശയായി ചെലവഴിക്കുന്ന കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ രക്ഷപ്പെടൂ എന്ന് MP നാരായണപിള്ളയെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്. സാക്ഷാൽ EMS ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കാലഘട്ടത്തിൽ EMS നമ്പൂതിരിപ്പാടിനെ പോലുള്ള ആളുകൾ, തായാട്ട് ശങ്കറിനെ പോലുള്ള ആളുകൾ, VV ദക്ഷിണമൂർത്തിയെ പോലുള്ള ആളുകൾ, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ, KM കുഞ്ഞഹമ്മദ് പോലുള്ള ആളുകൾ, അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ മതങ്ങളെ വിമർശിച്ചിരുന്നു, ശരീഅത്തുകളെ വിമർശിച്ചിരുന്നു. ശരീഅ വിമർശനം എന്നത് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ വലിയ ചർച്ചയായിരുന്നു. ഒരുപക്ഷെ അന്നും അഭിമാനപൂർവ്വം പറയട്ടെ, ഇന്ന് 2021 നവംബർ മാസത്തിൽ ഈ നടത്തുന്ന ക്യാമ്പയിനെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം 20-25-30 വർഷം മുമ്പ് കേരളീയ സമൂഹത്തിൽ ഇസ്ലാമിനെ വിമർശിച്ചപ്പോൾ, ഇസ്ലാമിക ശരീഅത്തിനെ വിമർശിച്ചപ്പോൾ, ഇസ്ലാമിക ശരീഅത്തിൽ ബഹുഭാരിത്വമുണ്ട്, തലാഖുണ്ട്, ഇദ്ദയുണ്ട്, ഖുൽഉണ്ട്, ഫസ്ഖുണ്ട്, മുത്തഉണ്ട്, മത്താഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ. അന്നും ഇസ്ലാമിക ശരീഅത്തിനെ തെരുവുകളിലും ക്ലബ്ബുകളിലും സാംസ്കാരിക
സാംസ്കാരിക ബുദ്ധിജീവികൾക്കിടയിലും വിമർശിച്ചപ്പോൾ അന്നും പ്രതിരോധത്തിന്റെ, പ്രതിനിധാകരണത്തിന്റെ, ഇസ്ലാമിക ശരീഅത്തിന്റെ സൗന്ദര്യവും കരുത്തും ശക്തിയും ഗരിമയും ഒക്കെ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഈ കാസർഗോഡിന്റെ മണ്ണ് മുതൽ കേരളത്തിന്റെ അപ്പുറത്ത് തിരുവനന്തപുരം വരെയും ശക്തമായി പ്രതിനിധീകരിച്ചത് ഇസ്ലാമിക പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ നേതാക്കന്മാരായ ടി കെ അബ്ദുള്ള സാഹിബിനെ പോലുള്ള, ഒരുപക്ഷെ ജനാബ് ഒ അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ള, ജനാബ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ പോലുള്ള, അന്നത്തെ ജനാബ് ഒ അബ്ദുള്ള സാഹിബിനെ പോലുള്ള അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക ഉൽപ്പതിഷ്ണു പ്രസ്ഥാനങ്ങളെ പണ്ഡിതന്മാരുടെ മറുപടിയും ശക്തമായ ചർച്ചകളും സംവാദം, ആ സംവാദത്തിന് മുമ്പിൽ, ആ മറുപടിക്ക് മുമ്പിൽ യഥാർത്ഥത്തിൽ ശരീഅത്ത് വിരുദ്ധർ കെട്ടുകെട്ടിയ ചരിത്രം എനിക്ക് ശരീഅത്ത് അറിയില്ല, എനിക്ക് എന്തെന്നറിയില്ല എന്ന് പറഞ്ഞ് സാക്ഷാൽ EMS അടക്കം തോറ്റു പിന്നോട്ട് പോയ ചരിത്രം കേരളത്തിനുണ്ട്. ആ ചർച്ച പോയിട്ട് ഇന്ന് സാക്ഷാൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ VS അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ പോലും സാക്ഷാൽ തോമസ് ഐസക്കിനെ പോലുള്ള ശക്തരായ സാമ്പത്തിക വിദഗ്ധന്മാർ പോലും പറയുന്നു കേരള സമൂഹത്തിൽ ഒരു ഇസ്ലാമി ശരീഅ ബേസ്ഡ് എക്കോണമി ബറക്ക എന്ന പേരിൽ ശരീഅ വിൻഡോസുകൾ കേരളത്തിൽ തുറക്കേണ്ടതുണ്ട്. ശരീഅത്ത് എന്ന് പറയുന്നത് പരിഹസിച്ചിരുന്ന, പുച്ഛിച്ചിരുന്ന ആളുകൾ പോലും അവസാനം ശരീഅ ബേസ്ഡ് എക്കോണമി, കേരളത്തിൽ ശരീഅ ബേസ്ഡ് എക്കോണമി വേണമെന്ന് സംഘപരിവാറിലെ സുബ്രഹ്മണ്യം സ്വാമിയെ പോലുള്ള വർഗീയതയുടെ സെപ്റ്റിക് ടാങ്കുകൾ, വർഗീയതയുടെ ഹൈലി ഇൻഫ്ലേമബിൾ ടാങ്കുകൾ കേരളത്തിലെ ഹൈക്കോടതിയിൽ പോലും കേസ് കൊടുക്കാൻ മാത്രം ഇടതുപക്ഷക്കാർ, കമ്മ്യൂണിസ്റ്റുകൾ പോലും ശരീഅ ബേസ്ഡ് എക്കോണമിയെ കുറിച്ച് ഈ രാജ്യത്തും ലോകത്തുമെല്ലാം വളർന്നു വരുന്ന ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള, ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇസ്ലാമിക് സാമ്പത്തിക നിയമങ്ങളുടെ രീതിശാസ്ത്രങ്ങൾ, മെത്തഡോളജികൾ ഈ കേരളത്തിലെ പോലും സമ്പദ് വ്യവസ്ഥയിൽ നടപ്പിലാക്കേണ്ടതിനെ കുറിച്ച് പോലും കമ്മ്യൂണിസ്റ്റുകൾ പോലും ചിന്തിപ്പിക്കാൻ മാത്രം ഇസ്ലാമിക ശരീഅത്തിനെ മനോഹരമായി, വിപ്ലവകരമായി അവതരിപ്പിക്കാൻ അന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചിട്ടുണ്ട്. ആ ചരിത്രം ആവർത്തിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ന് കേരളത്തിൽ പുതിയ ഇസ്ലാമോഫോബിയയുടെ, ഇസ്ലാം വിമർശനത്തിന്റെ ഒരു വലിയ ഭീകരാന്തരീക്ഷം ഈ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ ബാറ്റൻ യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ ആലയത്തിൽ നിന്നും രൂപപ്പെട്ട, അവരുടെ ശാഖ രൂപപ്പെട്ട, അവർ പൊക്കിക്കൊടുത്ത ഓരോ ടിപ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് RSSന്റെ സംഘപരിവാറിന്റെ ബുദ്ധിജീവികൾ ഒരു ഭാഗത്ത്, ക്രൈസ്തവ സമൂഹത്തിലെ കത്തോലിക്ക സഭയുടെ, അതുപോലെ ഏതോ അയർലൻഡിൽ, കേരളത്തിലൊന്നുമല്ല, ഏതോ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് കോട്ടുകളിട്ട് മണിക്കൂറുകളോളം, ഒന്നല്ല രണ്ടല്ല 5ഉം 6ഉം മണിക്കൂറുകൾ ഇരുന്നിട്ട് നീണ്ട നീണ്ട തെറിപ്രസംഗങ്ങൾ, പ്രവാചകനെ തെറി പറയുന്ന, ചീത്ത വിളിക്കുന്ന, അങ്ങനെ ഏകപക്ഷീയമായി മൈക്ക് കയ്യിൽ വെച്ചിട്ട് വലിയ അർത്ഥത്തിൽ ഏകപക്ഷീയമായി ഇസ്ലാമിനെ തെറി പറയുന്ന 5ഉം 6ഉം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രസംഗങ്ങളാണ് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ചാനലുകളിൽ പണ്ട് സീരിയലുകൾ ഉണ്ടായിരുന്നു, സ്ത്രീയായി, ജ്വാലിയായി, സ്ത്രീധനം 343ാമത്തെ എപ്പിസോഡ്. അങ്ങനെ നമ്മുടെ നാട് ചന്ദനമാമ, ഇങ്ങനെ വൈകുന്നേരമാകുമ്പോൾ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്ന കാണുന്ന കുറെ ചാനലുകളുണ്ട്, കുറെ സ്ത്രീകളുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ട്, വലിയ സാരി കൊടുത്തിട്ട്, വലിയ അർത്ഥത്തിലുള്ള എന്താ പറയുക, ഒന്ന് നടക്കുന്നതും ഇരിക്കുന്നതൊക്കെ നീണ്ട മണിക്കൂറോളം കാണിക്കുന്ന സീരിയലുകൾ, 413 എപ്പിസോഡും 1500 എപ്പിസോഡൊക്കെ ഉള്ള സീരിയൽ കാണുന്നത് പോലെ ഇസ്ലാം വിരുദ്ധ വിഷത്തിന്റെ, ഇസ്ലാം വിരുദ്ധ വിഷം തുളുമ്പുന്ന, തെറിപ്പിക്കുന്ന ഇതുപോലുള്ള വലിയ വലിയ ഇസ്ലാം വിരുദ്ധ തെറിപ്പാട്ടുകൾ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ല രണ്ടല്ല, ഒരുപാട് ആളുകൾ ചേർന്നതുകൊണ്ട് ഈ രൂപത്തിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകളിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇസ്ലാം വിരുദ്ധ റിലേ ഓട്ടത്തിന്റെ ചെങ്കോൽ എന്നത്, ബാറ്റൺ എന്നത് സംഘപരിവാറും കത്തോലിക്ക സഭയും അതുപോലത്തെ ഇതുപോലെ പാസ്റ്റർമാരും യുക്തിവാദ സംഘവും കമ്മ്യൂണിസ്റ്റുകളും ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിലെ പോലും ചില മഴുത്തായകൾ വരെ ഹദീസ് നിഷേധത്തിന്റെ പേരിൽ, സർവമത സത്യവാദത്തിന്റെ പേരിൽ, സർവവേദ സത്യവാദത്തിന്റെ പേരിൽ നമ്മൾ എന്തിനാണ് ആരാധനകൾ നടത്തുന്നത്? കൃത്യമായി നമസ്കരിക്കണമെന്നില്ല, ഖുർആനിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്നില്ല. ഖുർആൻ ശരിയാണ്, ബൈബിൾ ശരിയാണ്, ഗീത ശരിയാണ്, ആരാധനകൾ കൃത്യമായി വേണമെന്നില്ല, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും വിശ്വാസികളാകാം. നിങ്ങൾക്ക് സത്യവിശ്വാസത്തിന് കൃത്യമായ മാനദണ്ഡങ്ങളില്ല. ഇങ്ങനെ മനുഷ്യന്റെ വ്യക്തികൾക്ക് അരാജകമായി ജീവിക്കാൻ, അനുഷ്ഠാനങ്ങളിൽ മാറ്റി നിർത്താൻ ഇസ്ലാമിക ശരീഅത്തിന്റെ മർമ്മങ്ങൾ, ഇബാദത്തുകളില്ലാത്തൊരു സമൂഹം, തഖ്വയില്ലാത്തൊരു സമൂഹം, നമസ്കാരമില്ലാത്തൊരു സമൂഹം, അതുപോലെ ഖുർആനിന്റെ പാഠങ്ങൾ ജീവിതത്തിൽ പഠിക്കാത്തൊരു സമൂഹം, ഒരു അരാജക ഇസ്ലാം, ഒരു അരാജക ഫെമിനിസം, ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ, ജാമിദ ടീച്ചറെ പോലുള്ള ആളുകൾ, ജസ്ലാം അടശ്ശേരിയെ പോലുള്ള ആളുകൾ, അതുപോലുള്ള പല ജാതി ആളുകൾ ചേർന്നുകൊണ്ട് ഒരു ഇസ്ലാമിക് ഫെമിനിസത്തെ കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ യുവാക്കൾ ഒരുപക്ഷെ പലജാതി അരാജക ജീവിതത്തെ പങ്കിട്ടെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ഇസ്ലാമിന്റെ അതിശക്തമായ ശരീഅത്ത് നിയമങ്ങളെ പോലും അട്ടിമറിക്കുന്ന വിധത്തിൽ മുസ്ലിം സമുദായത്തിൽ പോലും ഇത്തരം ആഭ്യന്തര ചിത്രതകൾ സൃഷ്ടിച്ചുകൊണ്ട്
സംഘപരിവാർ മുതൽ, നേരത്തെ പറഞ്ഞ ക്രിസംഖികൾ മുതൽ, യുക്തിവാദ സംഘം മുതൽ, കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരെ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മുസ്ലിം സമുദായത്തിൽ നിന്നും വിലക്കെടുത്ത ചില പണ്ഡിത വേഷധാരികളെ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരേ സമയത്ത് നാനാഭാഗങ്ങളിൽ നിന്നും ഇസ്ലാമിക സമൂഹത്തെ വീണ്ടും അതിശക്തമായി വെല്ലുവിളിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇതുപോലെ സംവാദവുമായിട്ട് ഇത്തരം ചർച്ചകളുമായിട്ട് വീണ്ടും രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെതിരിൽ കടന്നു വരുന്ന ഈ അതിശക്തമായ കടന്നാക്രമണം ഇതൊരു കാലഘട്ടത്തിന് മാത്രം പ്രത്യേകതയല്ല. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ കുറിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ എല്ലാ കാലഘട്ടത്തിലും أكابر مجرميها ليمكروا فيها وما يمكرون إلا بأنفسهم وما يشعرون. വിശുദ്ധ ഖുർആനിലെ 3 സൂക്തങ്ങളാണ് ഞാൻ പാരായണം ചെയ്തത്. സൂറത്തുൽ അൻആമിലെ 2 സൂക്തങ്ങൾ, സൂറത്തുൽ ഫുർഖാനിലെ ഒരു സൂക്തം. ഞാൻ പറയുന്നത് ഈ സൂക്തം നൽകുന്ന ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ പ്രവാചകന്മാർ കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, പ്രവാചകന്മാർ കടന്നു വരുമ്പോൾ അവർ അല്ലമീനായിരുന്നു, അവർ അസാദിക്കായിരുന്നു, അവർ സമൂഹത്തിൽ നല്ലവരായിരുന്നു. പക്ഷേ പ്രവാചകന്മാർ ഈ ലോകത്ത് കടന്നു വന്ന് സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്ന് സംസാരിക്കുന്നുണ്ട്. അല്ലയോ ജനങ്ങളെ, അല്ലയോ ഖുറൈശികളെ, യാ സബാഹ്, പ്രഭാതത്തിൽ എല്ലാവരും വരൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ മുകളിൽ ചെന്ന് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവിടെയുള്ള എല്ലാവരും പറയുന്നുണ്ട്, അതെ, ഞങ്ങൾ വിശ്വസിക്കും. മാ ജറബനാ മിൻക കിദ്ബ, കാരണം നിന്നിൽ നിന്നും ഞങ്ങൾ കളവ് കേട്ടിട്ടില്ല. നീ അല്ലമീനാണ്, നീ അസാദിക്കാണ്, നീ നാട്ടിലെ വിശ്വസ്തനാണ്, ഈ നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനാണ്, അതുകൊണ്ട് നല്ലവനാണ് നീ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ച് പ്രവാചകൻ പറയുന്നുണ്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, എങ്കിൽ ഞാനിതാ പറയുന്നു, അല്ലാഹുവാണ് ഈ ലോകത്തിന്റെ ഇലാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ലോകത്തിന്റെ പ്രവാചകനാണ്. അല്ലാഹുവിന്റെ ഉലൂഹിയത്തും പ്രവാചകന്റെ ഒരു റിസാലത്തും പ്രഖ്യാപിച്ചതോടെ ഇസ്ലാം എന്ന ആദർശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ഉയർത്തിപ്പിടിച്ചതോടുകൂടി അതുവരെ അല്ലമീനായിരുന്ന, അതുവരെ അസാദിക്കായിരുന്ന, അതുവരെ ആ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ മധ്യസ്ഥത, ഖുറൈശികളൊക്കെ കഅബയുടെ ഹജറുൽ അസ്വദ് വെക്കുന്ന വിഷയമായി തർക്കിക്കുമ്പോൾ പോലും അങ്ങോട്ട് കടന്നു വരുന്ന മുഹമ്മദിനെയാണ് അവർ മധ്യസ്ഥരാക്കുന്നത്. ആ പ്രവാചകന്റെ കൈകളിലാണ് ഹിജറയുടെ ഘട്ടത്തിൽ പോലും ജനങ്ങൾ സൂക്ഷിപ്പ് സ്വത്തുകൾ പോലും ആ മുഹമ്മദിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മുഹമ്മദ്, എല്ലാവരും സ്നേഹിച്ചിരുന്ന മുഹമ്മദ്, എല്ലാവരും ആദരിച്ചിരുന്ന മുഹമ്മദ്, അങ്ങനെയുള്ള മുഹമ്മദ് എന്ന് പറയുന്ന ആ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആദർശം പറയുന്നതോടെ, അല്ലാഹുവിന്റെ ഇലാഹ് ഉലൂഹിയത്ത് പറയുന്നതോടെ, റിസാലത്ത് പറയുന്നതോടെ ആ പ്രവാചകന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, തബ്ബത് 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 അലിഹാദാ ജമഅതനാ തബ്ബൽ ലക് അലിഹാദാ ജമഅതനാ. ചരിത്രത്തിൽ പ്രിയമുള്ളവരെ, ഇവിടുത്തെ സംഘപരിവാറിന്റെ കരങ്ങളുണ്ടല്ലോ, ഇവിടുത്തെ സാമ്രാജ്യത്വത്തിന്റെ കരങ്ങളുണ്ടല്ലോ, സിയോണിസത്തിന്റെ കരങ്ങളുണ്ടല്ലോ. ചരിത്രത്തിൽ ആ പ്രവാചകന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ തബ്ബത് ലക അലിഹാദാ ജമ, കൈകൾ ഉയർത്തി പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട്, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്? നീ നശിക്കട്ടെ, നീ തകരട്ടെ, നീ പൊളിയട്ടെ എന്ന് പ്രവാചകന്റെ പ്രിയപ്പെട്ട മൂത്താത്തയായ അബൂലഹബ് പറയുന്നുണ്ട്. അബൂലഹബ് തുടങ്ങി വെച്ച തബ്ബൽ ലക, അവിടെയാണ് തബ്ബത് യദാ അബീ ലഹബ് വ തബ്ബ്. ഇന്ന് നമുക്ക് പറയാം തബ്ബത് യദാ അബീ ലഹബ് വ തബ്ബ്. അതെ, ഇന്നും ആ ഇസ്ലാമിന്റെ ആദർശത്തിനും വിശ്വാസത്തിനുമെതിൽ വിരൽ ചൂണ്ടുന്ന അബൂലഹബുമാരോടും നമുക്ക് പറയാനുള്ളത്, തബ്ബത് യദാ അബീ ലഹബ് വ തബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബിൻ വംറഅതുഹു ഹമ്മാലത്തുൽ ഹത്ബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും ഒരു നാട്ടിലെ വിശുദ്ധനായ, പരിശുദ്ധനായ, സംശുദ്ധനായ അറിയപ്പെട്ട മുഹമ്മദ്, ഒരുപക്ഷെ അതേപോലെ അറിയപ്പെട്ടിരുന്ന സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ്, മിസ്ലുക ലാ യഖ്റുജ് വലാ യുഖ്റജ്. അബൂബക്കർ സിദ്ദീഖ് നാട് വിട്ടു പോകുന്നുണ്ട്. ഇസ്ലാമിന്റെ ആദർശത്തെ പ്രതിനിധീകരിക്കുന്നതോടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇസ്ലാമിക പ്രവർത്തകരോട് പറയാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരോട് ഞാൻ പറയുന്നു, ഇസ്ലാമിക പ്രസ്ഥാനത്തോട് യോജിപ്പുള്ളവരോട് ഞങ്ങൾ പറയുന്നു, ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളെന്നും എല്ലാ കാലഘട്ടത്തിലും പ്രിയമുള്ളവരെ, നിങ്ങളൊന്നും പൂമത്തകൾ പ്രതീക്ഷിക്കരുത്.
നിങ്ങളൊന്നും നിങ്ങൾ സ്വീകരിക്കുന്ന ഒരുപാട് സ്നേഹഗീതങ്ങൾ പ്രതീക്ഷിക്കരുത്, നിങ്ങളൊന്നും പൂമാല പ്രതീക്ഷിക്കരുത്. നിങ്ങൾ അധികാരി വർഗങ്ങൾ, ഭരണവർഗങ്ങൾ, ഇവിടുത്തെ സമ്പന്ന വർഗങ്ങൾ എല്ലാവരും നിങ്ങളെ ഏതോ അർത്ഥത്തിൽ പട്ടുമെത്ത വിരിച്ചിട്ട് നിങ്ങൾ ആനയിക്കുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മുമ്പ് സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ, ഒരുപക്ഷെ അതിനു മുമ്പ് ജീവിച്ച പ്രവാചകന്മാർ, നേരത്തെ ഞാൻ പറഞ്ഞ ചരിത്രത്തിൽ എല്ലാ പ്രവാചകന്മാരും ആ പ്രവാചകന്മാർ കടന്നു വന്നപ്പോൾ ആ കാലഘട്ടത്തിലെ മനുഷ്യരിൽപ്പെട്ട ജിന്നുകളിൽപ്പെട്ട സകല പിശാചുക്കളും ആ പ്രവാചകന്മാരെ ശത്രുക്കളായിരുന്നു. പ്രവാചകന്മാരുടെ ശത്രുത, അദാവത്ത്, ശത്രുക്കളായി മാറുക. അതെ, ഒരു ഒരു നാട്ടിലെ കുറ്റവാളികൾ, ഒരു നാട്ടിലെ ക്രിമിനലുകൾ, ഒരു നാട്ടിലെ കൊള്ളരുതാത്തവർ നിങ്ങളുടെ ശത്രുക്കളായി മാറുക എന്നത് ചരിത്രത്തിന്റെ തുടർച്ചയാണ്. കുറ്റവാളികളെ ശത്രുത നമുക്കുണ്ടാവും. അതുകൊണ്ട് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട കൊള്ളില്ലാത്ത മനുഷ്യർ നിങ്ങളുടെ ശത്രുക്കളായിരിക്കും, കുറ്റവാളികൾ നിങ്ങളുടെ ശത്രുക്കളായിരിക്കും. ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വം നിയന്ത്രിക്കുന്ന ലോകമാണ് ഇത്, സിയോണിസ്റ്റുകൾ നിയന്ത്രിക്കുന്ന ലോകമാണ്, ഫാസിസ്റ്റുകൾ നിയന്ത്രിക്കുന്ന ലോകമാണ് ഇത്. നമോ കാലഘട്ടമാണ്, ഇത് നമോ കാലഘട്ടമാണ്. സംഘപരിവാറിന്റെ ഏതോർത്ത് നരേന്ദ്രമോദിയുടെ, അമിത്ഷയുടെ ഒരു കാലഘട്ടമാണ്. അമിത്ഷയുടെയും നരേന്ദ്രമോദിയും പേടിച്ചു നിൽക്കുന്ന റാൻമൂളികളായ അധികാര ഭരണവർഗങ്ങളുടെ കാലയളവുകളാൽ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ഇസ്ലാം സ്വീകരിക്കപ്പെട്ടാൽ, നിങ്ങളുടെ ഇസ്ലാം സാമ്രാജ്യത്തിന് വിരോധമില്ലാത്ത ഇസ്ലാം, നിങ്ങളുടെ ഇസ്ലാം കുഴപ്പമില്ലല്ലോ, നിങ്ങളുടെ ശരീഅത്ത് കുഴപ്പമില്ലല്ലോ, നല്ല മതമായിട്ട് ഇസ്ലാം, നിങ്ങളുടെ ശരീഅത്ത് നല്ലതാണ്, നിങ്ങളുടെ മതം നല്ലതാണെന്ന് പ്രിയമുള്ളവരെ ഫാസിസം പറയുന്നുണ്ടെങ്കിൽ, സാമ്രാജ്യത്വം പറയുന്നുണ്ടെങ്കിൽ, സിയോണിസം പറയുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റി എന്ന് മനസ്സിലാക്കണം. അവിടെയാണ് പാളിയത്. ഇഖ്വാനുൽ മുസ്ലിമൂന്റെ നേതാവ് മുസ്തഫ മഷ്ഹൂർ പറയാറുണ്ട്, ഒരു ഇസ്ലാമിക പ്രസ്ഥാനം സാമ്രാജ്യത്വത്തിന് പ്രിയപ്പെട്ടതായി മാറിയാൽ, ഒരു ഇസ്ലാമിക പ്രസ്ഥാനം സിയോണിസ്റ്റുകൾക്ക് പ്രിയപ്പെട്ടതായി മാറിയാൽ, ഒരു ഇസ്ലാമിക പ്രസ്ഥാനം സമൂഹത്തിലെ തിന്മയുടെ വക്താക്കൾക്ക്, അഴിമതിയുടെ വക്താക്കൾക്ക്, പലിശക്കാർക്ക്, കരിഞ്ചന്തക്കാർക്ക്, ആഭാസന്മാർക്ക്, അതുപോലെ സെക്സ് ടൂറിസത്തിന് ആളുകൾക്ക്, മദ്യമാഫികൾക്ക്, ഇങ്ങനെയുള്ളവർക്കൊക്കെ പ്രിയപ്പെട്ട ഒരു മതമായി നിങ്ങളുടെ ഇസ്ലാം മാറിയാൽ, നിങ്ങളുടെ മതം മാറിയാൽ, ആ അർത്ഥം നിങ്ങൾ യഥാർത്ഥ മതത്തിൽ നിന്നും പിന്നോട്ട് പോയി എന്നതാണ് തെളിവ്, പിന്നോട്ട് പോയി എന്നതാണ് എന്റെ തെളിവ്. അതുകൊണ്ട് നിങ്ങൾ ശത്രുത നിങ്ങൾ പ്രതീക്ഷിക്കണം, എതിർപ്പ് നിങ്ങൾ പ്രതീക്ഷിക്കണം. വിശുദ്ധ ഖുർആനിൽ കദ്ദബത്ത് ഖബ്ലഹും ഖൗമു നൂഹിൻ വആദ് വസമൂദ് കുല്ലും കദ്ദബ റസൂൽ ഫഹഖ വഅദ് കദ്ദബത്ത് ഖബ്ലഹും ഖൗമു നൂഹിൻ കദ്ദബത്ത് ഖബ്ലഹും ഖൗമു ആദ് കദ്ദബത്ത് ഖബ്ലഹും കദ്ദബത്ത്. സൂറത്തുൽ അഅറാഫ് വായിക്ക്, സൂറത്തുൽ അംബിയ വായിക്ക്, സൂറത്തുൽ ശുഅറാ വായിക്ക്, സൂറത്തുൽ ഖസസ് വായിക്ക്, സൂറത്തുൽ മുഅ്മിനൂൻ വായിക്ക്, സൂറത്തുൽ ഹജ്ജ് വായിക്ക്, സൂറത്തുൽ യൂനുസ്, സൂറത്തുൽ യൂസുഫ്, സൂറത്തുൽ ഹൂദ്, സൂറത്തുൽ ഇബ്രാഹിം, സൂറത്തുൽ ബനി ഇസ്രായീൽ, സൂറത്തു മറിയം, സൂറത്തുൽ കഹ്ഫ്, സൂറത്തു ത്വാഹ, ഇതൊക്കെ പ്രവാചക ചരിത്രങ്ങൾ പറഞ്ഞ സൂറത്തുകളാ. അതിലൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പ്രവാചകൻ മൂസാ നബി വരുന്നു, ഈസാ നബി വരുന്നു, ഇബ്രാഹിം നബി വരുന്നു, പ്രവാചകന്മാർ വരുന്നു, മാഷാ അല്ലാഹ് ഒരു വലിയ പള്ളി ഉണ്ടാക്കുന്നു, പള്ളിയോട് ചെറു മദ്രസ ഉണ്ടാക്കുന്നു, അവർ വലിയൊരു ഖബർസ്ഥാൻ ഉണ്ടാകുന്നു, അവിടെ അൽഹംദുലില്ലാഹ് ദുആ ചെയ്യുന്നു, നമസ്കരിക്കുന്നു, ശാന്തമാണ്, സുന്ദരമാണ്, ഒരു പ്രശ്നമില്ല, വളരെ ശാന്തമായി സുന്ദരമായി നമസ്കരിച്ചു, ബാങ്ക് കൊടുത്തു, ഖുർആൻ ഓതി, ഖത്തം വഴങ്ങി, അങ്ങനെ ശാന്തമായി സുന്ദരമായി പ്രശ്നങ്ങളില്ലാതെ വളരെ സുന്ദരമായ ഒരു ജീവിതം. അതാണോ സൂറത്ത് ഖുർആനിലെ സൂറത്ത് യൂസുഫ്? അതാണോ സൂറത്തുൽ യൂനുസ്, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ബനി ഇസ്രായീൽ, സൂറത്ത് മറിയം, സൂറത്ത് ത്വാഹ, സൂറത്തുൽ അഅറാഫ്, സൂറത്ത് ശുഅറാ, സൂറത്ത് നംല്, സൂറത്ത് സാഫാത്ത്, സൂറത്ത് സ്വാദ്? ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണ് ഇതിലൊക്കെ ഉള്ളതെന്നറിയോ? ഇതൊക്കെ പ്രവാചകന്മാർ വിയർത്ത് കുളിച്ച ചരിത്രമാണ്. പ്രവാചകന്മാർ എറിയപ്പെട്ട, കുരിശിലെറിയപ്പെട്ട, ആക്രമിക്കപ്പെട്ട, അതുപോലെ തന്നെ പീഡിപ്പിക്കപ്പെട്ട ചരിത്രമാണ് പ്രിയമുള്ളവരെ ഈ അധ്യായങ്ങളിലുള്ളത്. ഞാൻ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വത്താൽ വിമർശിക്കപ്പെടുക എന്നത്, സിയോണിസത്താൽ വിമർശിക്കപ്പെടുക എന്നത്, ഫാസിസത്താൽ വിമർശിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ യോഗ്യതയായി മനസ്സിലാക്കണം, നമ്മുടെ യോഗ്യതയായി മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്ലാമിക സമൂഹം, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ യോഗ്യതയുള്ള പ്രസ്ഥാനമാണ്. അതിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി അഭിമാനപൂർവ്വം പറയുന്നു, ജിഹാദികളാണ് ഇവർ, ജിഹാദികൾ, ഇന്റലക്ച്വൽ ജിഹാദ്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകിയ പേരതാ. ഈ കേരളത്തിൽ മുഖ്യമായി വിമർശിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഇസ്ലാം, രണ്ട് ജമാഅത്തെ ഇസ്ലാമി. ഒന്ന് ഇസ്ലാം, ഈ ക്ലബ് ഹൗസിൽ ചർച്ച ചെയ്യൽ, ഒന്ന് സാക്ഷാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ച ചെയ്യാൻ, ഖുർആൻ ചർച്ച ചെയ്യാൻ, ബൈബിൾ ചർച്ചയില്ലട്ടോ. ഖുർആനിനെ വിമർശിച്ച് ഇന്റർനാഷണൽ ബേണിംഗ് ഡേ, ഇന്റർനാഷണൽ ബേണിംഗ്, ഖുർആൻ കത്തിക്കണം, കത്തിച്ചിട്ട് കീറിപ്പറിച്ചിട്ട് ക്ലോസറ്റിലിടുന്നു ഖുർആൻ, ക്ലോസറ്റിലെറിയുന്നു ഖുർആൻ. മുഹമ്മദ് മുസ്തഫയെ പറയാത്ത തെറിയില്ല, എല്ലാ അർത്ഥത്തിലും. എന്തൊക്കെയാ പറയുന്നത്? കേട്ടാൽ അറച്ചു പോകുന്ന, കേട്ടാൽ സഹിക്കാൻ വയ്യാത്ത, ക്ഷമിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം അള്ളാഹുവിന്റെ പ്രവാചകനെ വളഞ്ഞിട്ടാക്രമിക്കുകയാണ് ഇപ്പോൾ.
ഈ സദസ്സിലൊന്നും പറയാൻ വായിക്കാൻ പോലും പറ്റാത്ത വിധം അത്ര ഭീകരമായിട്ട് ലൈംഗിക കേളി ഉണർത്തുന്ന ഭ്രാന്തനായ, യുദ്ധക്കൊതിയനായ, ഭീകരനായ അങ്ങനെ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അന മുഹമ്മദുൻ വലസ്തു ബിമുദമ്മം, അന മുഹമ്മദുൻ, മുഹമ്മദാണ് ഞാൻ. മുഹമ്മദ് എന്ന പദത്തിന്റെ ലസ്തു ബിമുദമ്മം, എന്നെ ചീത്ത പറയാൻ നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് മുഹമ്മദ് എന്ന് പറഞ്ഞ തന്നെ അർത്ഥം സ്തുതിക്കപ്പെട്ടവെന്ന. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കും. ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ, ഈ പരിഹസിക്കുന്നവർക്ക് നാമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാചകനെയും ഇസ്ലാമിക ശരീഅത്തിലേക്ക് വിമർശിക്കുന്നിടത്ത് നമുക്ക് പ്രതിരോധത്തിന്റെ കോട്ട കെട്ടാൻ അതിന് മുന്നറിയിലുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇന്റലക്ച്വൽ ജിഹാദ്, തലച്ചോറ് തീർച്ചയായിട്ടും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ മാധ്യമങ്ങൾ, മീഡിയകൾ ഇസ്ലാമിക വിമർശനം മറുപടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്, നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അൽ ഇസ്ലാം യതഹദ്ദ, ഇസ്ലാം ചർച്ച ചെയ്യാൻ തയ്യാറാണോ? ധൈര്യമുണ്ടോ ചർച്ച ചെയ്യാൻ? നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ സ്ത്രീകളെ കുറിച്ച് ചർച്ചയുണ്ടോ? പർദ്ദയെ കുറിച്ച് നിങ്ങൾക്ക് ചർച്ചയുണ്ടോ? ശരീഅത്തിനെ കുറിച്ച് ചർച്ചയുണ്ടോ? പ്രവാചകന്റെ വ്യക്തിത്വത്തെ കുറിച്ച് ചർച്ചയുണ്ടോ? ബഹുഭാരിത്വത്തെ കുറിച്ച് ചർച്ചയുണ്ടോ? അടിമത്തത്തെ കുറിച്ചാണ് ചോദ്യം. നിങ്ങൾ ചോദിച്ചുകൊള്ളൂ, ഉത്തരം ഞങ്ങൾ പറയാം. എവിടെ വെച്ചും പറയാം. സംവദിക്കാനുണ്ടോ? മാന്യമായി സംവദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപനമാണ് ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ സംവാദത്തിൽ ഇസ്ലാം വിജയിക്കും. ഈ കേരളത്തിന്റെ മണ്ണിൽ പോലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും പച്ചത്തെറിയും ചീത്തയൊക്കെ പറഞ്ഞു വന്ന ജബ്രകൾ, സാക്ഷാൽ MM അക്ബർ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരുടെ മുമ്പിൽ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം പോലും മനസ്സിലാക്കേണ്ടത് ഇനി പരസ്പരം മാന്താനും ചൊറിയാനുള്ള സമയമല്ലട്ടോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കൈകെട്ട്, കുനൂത്ത്, കൂട്ടുപ്രാർത്ഥന, തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം ഇങ്ങനെ മസ്അലകളിൽ തർക്കിച്ച് കണ്ടാൽ മിണ്ടാവോ, സലാം ചെല്ലാവോ, ആരെ കാണുമ്പോൾ കാർക്കിച്ചു തുപ്പണം, ആരെ കാണുമ്പോൾ പല്ലിളിച്ച് കാണിക്കണം, ഏത് സംഘടനയെ കാണുമ്പോൾ കുറച്ച് ചാടണം, ഇങ്ങനെയൊക്കെ പറയുന്ന മതസംഘടന മതപുരോഹിതന്മാർക്കൊന്നും പുതിയ കാലഘട്ടത്തിൽ ഒരു സ്ഥാനവുമില്ല എന്ന് മതപൗരോഹിത്യ സംവിധാനം മനസ്സിലാക്കണം. ഇസ്ലാം എന്ന പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് നിൽക്കുവാൻ പ്രിയമുള്ള തേള് സമൂഹമായി മാറി. തേള് സമൂഹം എന്ന് പറയുമോ? തേളുകൾ, ഈ ദളിത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ ദളിത് പിന്നാക്ക അവര് ഇരകളാ, ബ്രാഹ്മണ്യത്തിന്റെ ഇരകളാ. ബ്രാഹ്മണന്മാരുടെ കാലം അവരെ ചവിട്ടി അവരുടെ തലയിലെ ചവിട്ടിയാണ്. ക്ഷത്രിയര് അവരെ തലയിലെ ചവിട്ടിയാണ്. ശൂദ്രര് അവരെ തലയിലെ നായന്മാര് അവരെ ചവിട്ടിയാണ്. ഇവിടുത്തെ ഈഴവര് വരെ ഇവരെ തലയിൽ ചവിട്ടിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും പിരമിഡ് പോലെ എല്ലാവരും തങ്ങളുടെ തോളിൽ കയറി ചവിട്ടു നിൽക്കുമ്പോഴും ഈ ദളിത് സമൂഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും മാന്തലും ചൊറിയലും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കലാണ് അവരുടെ പരിപാടി. ഈ തേളുകൾ ഒരു 10 തേള് എടുത്തൊരു പാത്രത്തിലിട്ടാൽ ഈ 10 തേള് ഒരു തേള് ഒരു മോളിലേക്ക് കയറൂല. കാരണം എന്താ? ഒരു തേള് കയറി അടുത്ത തേള് വലിക്കും, ഒരു തേള് വളരുന്നത്, ഒരു തേള് ഉയരുന്നത്, ഒരു തേള് രക്ഷപ്പെടുന്ന മറ്റു തേളുകൾക്ക് ഇഷ്ടമില്ല. അങ്ങനത്തെ തേളുകളുടെ സമൂഹം അത് മുസ്ലിം സമൂഹം ആകരുത്. ആയാൽ ഈ കേരളത്തിൽ സ്പെയിൻ ആവർത്തിക്കും. ഈ കേരളത്തിന് നമ്മൾ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ സംഭവിച്ചതെന്തോ അത് സംഭവിക്കും. ഈ കേരളത്തിന്റെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ പോലും പ്രിയമുള്ളവരെ, ബർമയിൽ സംഭവിച്ച, റോഹിംഗ്യയിൽ സംഭവിച്ചത്, ദി 7 stages of genocide, ദി 7 stages of genocide എന്ന് പ്രയോഗമുണ്ട്. എങ്ങനെയാണ് റോഹിംഗ്യൻ, മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം കടന്നു വന്ന മണ്ണാണ് മ്യാൻമർ, ബർമ. പക്ഷേ ആ ബർമയുടെ മണ്ണിൽ, മ്യാൻമറുടെ മണ്ണിൽ ഇസ്ലാമിക സമൂഹം യഥാർത്ഥത്തിൽ പഠനമില്ലാത്ത, വായനയില്ലാത്ത, ചിന്തയില്ലാത്ത, സാമൂഹിക ഇടപെടലില്ലാത്ത, രാഷ്ട്രീയ പ്രത്യുൽപ്പന്നമതിത്വമില്ലാത്ത ഒരു സമൂഹമായി മ്യാൻമറിലെ മുസ്ലിങ്ങൾ മാറിയതുകൊണ്ട് ആ സമുദായത്തെ വ്യത്യസ്ത രൂപത്തിൽ 7 ഘട്ടങ്ങളിലായിട്ട് ആ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിച്ചു. അവസാനം ചിക്കൻ അൽഫാം വെക്കുന്ന മാതിരി, ചിക്കൻ ചുട്ട് നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മൾ ചിക്കൻ ഇങ്ങനെ നരകക്കോഴി കറങ്ങുന്നത് മാതിരി ആ നാട്ടിലെ മുസ്ലിം പെണ്ണുങ്ങളെയും മുസ്ലിം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൂട്ടമായി പിടിച്ച് പിച്ചാങ്കത്തി കൊണ്ട്, ആരാ? ശുദ്ധ എന്താ ബുദ്ധമതത്തിൽ വല്ല ഈച്ചയോ പൂച്ചയോ ഈച്ചയെങ്ങാനും മൂക്കിക്കൂടെ പോയി കയറി നെറ്റിട്ട് നടക്കുന്ന, വെള്ളം കുടിക്കുമ്പോൾ വെള്ളം ചൂടാക്കാൻ പേടിയാ, വെള്ളം ചൂടാക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ജീവികൾ ബാക്ടീരിയ ചാവുമ്പോൾ പേടിച്ചിട്ട് വെള്ളം ചൂടാക്കാത്ത ശുദ്ധ അഹിംസാവാദികളാണ് പിച്ചാങ്കത്തി എടുത്തുകൊണ്ട് മുസ്ലിം കുഞ്ഞുങ്ങളെ സ്ത്രീകളെയും ഒക്കെ ഞായറാഴ്ച പോത്തിന് ചിക്കൻ അറക്കുന്ന മാതിരി മുസ്ലിം കുഞ്ഞുങ്ങളെ സ്ത്രീകളെ കൂട്ടമായി കൂട്ടക്കൊല ചെയ്തിട്ട് ജീവനുള്ള മനുഷ്യരെ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് അതിൽ മണ്ണിട്ടിട്ട് ബുൾഡോസറോട് മൂടി ഒരു സമൂഹത്തെ എടുത്ത് കൊണ്ടുപോയി
കൊണ്ടുപോയിട്ട് കരയിൽ നിന്നും പ്രിയമുള്ള കടലിലേക്ക് ബംഗ്ലാദേശിനെയും അതുപോലുള്ള സമുദ്രാന്തരീക്ഷത്തിൽ കൊണ്ടുപോയിട്ട് കപ്പൽ വഞ്ചിയിൽ കയറ്റിയിട്ട് വള്ളത്തിൽ കയറ്റിയിട്ട് ഉരുവിൽ കയറ്റിയിട്ട് തള്ളിയും കിടുവാ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മ്യാൻമറിലെ മുസ്ലിങ്ങളെ, ബർമയിലെ മുസ്ലിങ്ങളെ ഉന്മൂലനാശം വരുത്താൻ, വംശഹത്യ ചെയ്യാൻ സാധിച്ചതിന് കാരണം യഥാർത്ഥത്തിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിയെ പോലെ തലച്ചോറില്ലാത്ത ഇസ്ലാം, ബുദ്ധിയില്ലാത്ത ഇസ്ലാം പ്രവർത്തിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് ഞങ്ങൾ പറയുന്നു, നദ്വത്തുൽ മുജാഹിദീനോട് ഞങ്ങൾ പറയുന്നു, EPI വിഭാഗത്തോട് ഞങ്ങൾ പറയുന്നു, തബ്ലീഗ് ജമാഅത്തിനോട് ഞങ്ങൾ പറയുന്നു, എല്ലാവിധ മതവിഭാഗങ്ങളും പറയുന്നു, നമ്മൾ തമ്മിൽ തർക്കങ്ങൾ സർഗാത്മകമാക്കാം, നമുക്ക് തർക്കിക്കാം, നമുക്ക് സംവദിക്കാം. പക്ഷേ സംവാദത്തിനും തർക്കത്തിലൊക്കെ മാന്യതയുടെ അതിർവരമ്പുകൾ വെച്ചുകൊണ്ട് ആദർശ സംവാദങ്ങൾ ഒരു ഭാഗത്താകാം, വൈജ്ഞാനിക സംവാദങ്ങളാകാം. ഇനി അത് തെരുവിലേക്ക് കൊണ്ടുവരരുത്. ഇനി നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ അവരാണ്, ഇവരാണ് എന്ന രീതിയിൽ മുസ്ലിം സമൂഹത്തെ ചൂണ്ടിക്കാണിച്ച്, ശത്രുത കാണിച്ച്, ചൂണ്ടിക്കാണിച്ച് അവരാണ് തീവ്രവാദി, ഇവരാണ് തീവ്രവാദി, തീവ്രവാദത്തിന് ബ്രാൻഡ്, തീവ്രവാദത്തിന് ഭീകരവാദത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ മൗദൂദിയാണ് മാസ്റ്റർ ബ്രെയിൻ. പ്രിയമുള്ളവരെ, മൗദൂദി മാത്രമല്ല, സാക്ഷാൽ സലഫി വിഭാഗങ്ങൾ MM അക്ബർ മുതൽ ദാക്കിർ നായിക് വരെ UAP ചുമത്തപ്പെട്ടു. മൗദൂദി തീവ്രവാദത്തിന് ബ്രാൻഡ് അംബാസഡർ ആണെന്ന് പ്രസംഗിച്ച് മുഖാമുഖം നടത്തിയ പണ്ഡിതന്മാരും UAPയുടെ പിടുത്തത്തിൽ ഈ കേരളത്തിന് പിന്നിൽപ്പെട്ടു. സലഫി പ്രസ്ഥാനങ്ങൾ മുഴുവൻ ഈ കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഭീകരതയുടെ രൂപങ്ങളായി ഇന്ന് അവർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. സാക്ഷാൽ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന വളരെ സാത്വികമായി ജീവിക്കുന്ന തബ്ലീഗ് പ്രസ്ഥാനത്തെ പോലും ഈ നാട്ടിലെ ഭീകരവാദത്തിന്റെയും കൊറോണയുടെയും ഒക്കെ കൊറോണ ജിഹാദിന്റെ വക്താക്കളെ ചിത്രീകരിച്ചു. അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്തിനെ പോലും വെറുതെ വിടാത്ത, അതല്ലെങ്കിൽ സലഫി വിഭാഗങ്ങളെ വേട്ടയാടുന്ന, സുന്നി വിഭാഗങ്ങളെ വേട്ടയാടുന്ന, അങ്ങനെ മുസ്ലിം നാമധാരികളെ പോലും വേട്ടയാടുന്ന കാലഘട്ടത്തിൽ മുസ്ലിം സംഘടനകൾ അനാവശ്യമായ സംവാദങ്ങളും അനാവശ്യമായ ചർച്ചകളും മൊറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ട് മാന്യതയിൽ നിൽക്കണം. ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, മ്യാൻമറിലെ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച ദുരന്തം, സ്പെയിനിലെ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച ദുരന്തം അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സംഭവിക്കും, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് സംഭവിക്കും. അതുകൊണ്ട് മുസ്ലിം സമൂഹം ജാഗ്രത പാലിക്കണം. വിശാലമായി ഈ ക്യാമ്പയിൻ നമുക്ക് ഒരുമിച്ച് നടത്തണം. ഇപ്പോൾ ഈ ക്യാമ്പയിൻ ജമാഅത്തെ ഇസ്ലാമി മുൻനിരയിൽ നിൽക്കുന്നു എന്നുള്ളൂ. ഈ ക്യാമ്പയിനിൽ പ്രിയമുള്ളവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാകണം, ഈ ക്യാമ്പയിനിൽ മുസ്ലിം ലീഗ് ഉണ്ടാകണം, ഈ ക്യാമ്പയിനിൽ ഇവിടുത്തെ മുജാഹിദ് വിഭാഗങ്ങൾ ഉണ്ടാകണം. നമുക്ക് ഒരുമിച്ചിരിക്കാം, ഒരുമിച്ച് ചർച്ച ചെയ്യാം, ഒരുമിച്ച്. കാരണം ഇവരെ ശത്രു ഞങ്ങളല്ല, നിങ്ങളല്ല. ഇസ്ലാം എന്നത് മൊത്തത്തിൽ ശത്രുവാൻ. അതുകൊണ്ട് ഇസ്ലാമിക ആദർശത്തെ സംരക്ഷിക്കുവാനുള്ള പ്രതിരോധത്തിന്റെ പുതിയ കോട്ടകൾ അന്ന് ബദറാണ്, അന്ന് ഉഹദാണ്, അന്ന് ഖന്തക്കാണ്, അന്ന് ഹുനൈനാണ്, അന്ന് തബൂക്കാണ്. അതാണ് അന്നത്തെ രണഭൂമി. ഇന്നത്തെ രണഭൂമി ഏതെങ്കിലും റോഡല്ല, ഏതെങ്കിലും മൈതാനമല്ല. ബദർ എന്നത് മദീനയിൽ നിന്നും 190 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലമാണ്. ഉഹദ് എന്ന് പറയുന്നത് മദീനയുടെ പുറത്ത് 10-12 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലമാണ്. ഖന്തക് എന്നത് മദീനയ്ക്ക് അകത്തുള്ള പർവ്വതനിരയാണ്. പ്രിയമുള്ളവരെ, അന്നത്തെ രണഭൂമി എന്നത് റോഡുകളാണ്, ഏതെങ്കിലും തോട്ടങ്ങളാണ്, ഏതെങ്കിലും ഈത്തപ്പന തോട്ടങ്ങളാണ്. ഇന്ന് ബദർ, ഉഹദ്, ഖന്തക്, ഹുനൈൻ എന്ന് പറയുന്നത്. ഖന്തക്കിലേക്ക് അന്ന് വരാൻ പറഞ്ഞത് നിങ്ങളുടെ പിച്ചാക്കത്തി എടുത്തുകൊണ്ടാണ്. ചട്ടിയുമായി, വട്ടിയുമായി, കുട്ടിയുമായി, പെണ്ണുങ്ങളുമായി, ആണ് മാത്രമല്ല പെണ്ണുങ്ങൾ വരെ തൂമ്പയുമായി, പിക്കാസുമായി, കമ്പിപ്പാരിയുമായി, പിക്കാസുമായി, അതുപോലെ തന്നെ പെണ്ണുങ്ങളുമായി, കുട്ടികളുമായി, എല്ലാവരും സബഅത്തു മസാജിദ്. നിങ്ങൾ ഇന്ന് അഹിസാബിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇന്നും അത് കാണാം. അവിടെ അബൂബക്കർ സിദ്ദീഖിന്റെ പേര് പള്ളിയുണ്ട്, മസ്ജിദ് അബീബക്കർ ഉണ്ട്, മസ്ജിദ് ഉമർ ഉണ്ട്, മസ്ജിദ് ഉസ്മാൻ ഉണ്ട്, മസ്ജിദ് സൽമാനുൽ ഫാരിസി ഉണ്ട്, അതുപോലെ മസ്ജിദ് പെണ്ണുങ്ങൾ നിന്ന സ്ഥലമുണ്ട്. ഇത് അബൂബക്കർ താവളമടിച്ച സ്ഥലം, ഉമർ താവളമടിച്ച സ്ഥലം, സൽമാനുൽ ഫാരിസി എന്ന സ്ഥലം, പെണ്ണുങ്ങൾ നിന്ന ജാബിർ റളിയല്ലാഹുവിന്റെ വീട്, പ്രവാചകന് ഭക്ഷണം ഒരുക്കിയ ജാബിറിന്റെ കുടുംബം ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാം. ഞാൻ പറയുന്നത് ഇന്ന് നിങ്ങൾ എടുക്കുന്ന തൂമ്പയല്ല, ചട്ടിയല്ല, കൊട്ടയല്ല, പിക്കാസല്ല, മറിച്ച് നിങ്ങൾ സംവദിക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ പേനത്തുമ്പുകൾ, നിങ്ങളുടെ ഫേസ്ബുക്കുകൾ, നിങ്ങളുടെ വാട്സപ്പുകൾ, നിങ്ങളുടെ പ്രഭാഷണങ്ങൾ, നിങ്ങളുടെ ലഘുലേഖകൾ, നിങ്ങൾ ഇസ്ലാമിന്റെ പോരാട്ട ഭൂമി. ഇന്ന് രക്തം പൊടിയാത്ത യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് യുദ്ധം നടക്കുന്നത് ചാനലുകളിലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനലുകൾ, റിപ്പബ്ലിക് ചാനൽ, ദേശീയ തലത്തിൽ അർണബ് ഗോസ്വാമിയെ പോലുള്ള കൗസ്വാമികൾ നടത്തുന്ന ചാനൽ ഭീകരത. അവിടെ നിന്ന് രാത്രി 9 മണിക്ക് നമ്മുടെ നാട്ടിൽ ബോംബുകൾ പൊട്ടുകയാണ്, വലിയ വലിയ ബോംബുകൾ പൊട്ടുകയാണ്, രക്തം പൊടിയാത്ത ബോംബുകൾ. ന്യൂസ് എഡിഷൻ ഉണ്ടല്ലോ, പ്രൈം ടൈം ഉണ്ടല്ലോ, സ്പെഷ്യൽ എഡിഷൻ ഉണ്ടല്ലോ, അതുപോലുള്ള ന്യൂസ് അവറുകളിൽ ഇവിടുത്തെ മനോരമയുടെ, ഇവിടുത്തെ മാതൃഭൂമിയുടെ, ഇവിടുത്തെ ഏഷ്യാനെറ്റിന്റെ, അല്ലെങ്കിൽ റിപ്പബ്ലിക് ചാനലിന്റെ, അതുപോലെ CNN, ഇങ്ങനെ ഒരുപാട് ചാനലുകളിൽ ഒരുപാട്
ഒരുപാട് മാധ്യമങ്ങളിലൂടെയാണ് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരിൽ ഭീകര കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കഥകൾ, ഒരുപാട് ഭീകര കഥകൾ. താലിബാനെ കുറിച്ച്, ബോക്കോ ഹറാമിനെ കുറിച്ച്, ജയ്ഷെ മുഹമ്മദിനെ കുറിച്ച്, ലോക ഇസ്ലാമിക ഭീകര IS-നെ കുറിച്ച് ഒരു കറുത്ത തുവാലയിടിച്ചിട്ട്, ഒരു വലിയ വാള് കൊടുത്തിട്ട്, തോക്ക് കൊടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി പച്ച മനുഷ്യനെ കഴുത്ത് പിടിച്ച് കഴുത്തിറക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഇത് ഇസ്ലാം, ഇത് IS, ഇത് ഇസ്ലാം, ഇത് IS. ബോക്കോ ഹറാം അങ്ങ് നൈജീരിയയിലുണ്ട്, ജയ്ഷെ മുഹമ്മദ് ഇവിടെയുണ്ട്, ഹർക്കത്തുൽ അൻസാർ ഉണ്ട്. ഈ ഇന്ത്യയുടെ മണ്ണിൽ പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ കേരളത്തിന്റെ മണ്ണിൽ പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ രാജ്യത്തിന്റെ സംഘപരിവാറിന്റെ കൈകളിലേക്ക് അധികാരം വെച്ചുകൊടുത്തത് ഈ രാജ്യത്തുള്ള ബോംബ് സ്ഫോടനങ്ങളായിരുന്നു. ആരായിരുന്നു സ്ഫോടനങ്ങൾ നടത്തും, മനുഷ്യർ മരിക്കും, എന്നിട്ട് കൊണ്ടുവരും അബു ബിലാൽ, അബു ബഷീർ, അങ്ങനെ ദക്ഷിണേന്ത്യൻ കമാൻഡർ തടീന്റെ വീട് നസീർ, ഇങ്ങനെ മുസ്ലിം പേരുള്ള ചെറുപ്പക്കാരെ കൊണ്ടുവരും. സിമിയാണ്, ഹുജിയാണ്, ഇന്ത്യൻ മുജാഹിദീനാണ്, ഹർക്കത്തുൽ അൻസാറാണ്, അറബി ഉറുദു പേരുള്ള കുറെ സംഘടനകളുടെ പേരെഴുതും. എന്നിട്ട് അവരെ മുഖത്ത് കഫിയെ പതിപ്പിക്കും, വലിച്ചഴിച്ച് കൊണ്ടുവരും. എന്നിട്ട് ചാനൽ ചർച്ചയിൽ കൊണ്ടുവരും. ചാനൽ ചർച്ചയിൽ നമ്മുടെയൊക്കെ നാട്ടിലെ മതേതരന്മാരും മതപുരോഹിതന്മാരും മതേതരന്മാരും എല്ലാവരും ചർച്ച ചെയ്ത് തിസീസത്തും ആന്റി തിസീസത്തും സിമിയാണ്, ഹൂജിയാണ്, ഇന്ത്യൻ മുജാഹിദാണ്. ചിലരൊക്കെ പറഞ്ഞവർ മൗദൂദിയാണെന്ന് പറഞ്ഞ ആളുകൾ, മൗദൂദിക്ക് കൊട്ടക്കട്ടെ, മൗദൂദിക്ക് ഇങ്ങനെ മൗദൂദിയിലേക്ക് വരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അന്ന് ചാനൽ ചർച്ച സംസാരിച്ചവരുണ്ട്. അവരിൽ നിന്ന് പലരും UAPA-യിലാണ്, അവരിൽ പലരും ഇന്ന് അഴിയണ്ണുകയാണ്. ഞാൻ പറയട്ടെ, അതിന്റെ പിന്നിൽ പോലും ആരായിരുന്നു അറിയോ നിങ്ങൾക്ക്? അതിന്റെ പിന്നിൽ സനാതൻ സസ്തിയായിരുന്നു, അതിന്റെ പിന്നിൽ അഭിനവ് ഭാരതിയായിരുന്നു, അതിന്റെ പിന്നിൽ പ്രമോദ് മുത്തലിക്കിന്റെ ശ്രീരാമസേനയായിരുന്നു, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയായിരുന്നു, കേണൽ ശ്രീകാന്ത് പുരോഹിതായിരുന്നു, ഇന്ദ്രേഷ് ഗുപ്തയായിരുന്നു, സുനിൽ ജോഷിയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ പാർലമെന്റിൽ ഇരിക്കുന്ന സ്വാമി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ആയിരുന്നു. ഞാൻ പറയുന്നത്, ഈ രാജ്യത്തെ ബോംബെ ബ്ലാസ്റ്റ് മുതൽ പാർലമെന്റ് ആക്രമണത്തിന് പിന്നിൽ പോലും അഫ്സൽ ഗുരുവിന്റെ പിന്നാമ്പുറങ്ങൾ വരെ ഈ രാജ്യത്തെ ബോംബ് സ്ഫോടനങ്ങളുടെ നിരപരാധികളെ ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, അക്ഷർത്തമാൻ ക്ഷേത്രത്തിൽ, നന്ദേദിൽ, സംജോത എക്സ്പ്രസിൽ ഒക്കെ ബോംബ് പൊട്ടിച്ച് നിരപരാധി ചോരയും ശവശരീരം കാണിച്ചുകൊണ്ട് ഈ കേരളത്തിലെ സാധാരണ ഹൈന്ദവ മനസ്സുകളിൽ മുസ്ലിം വെറുപ്പും അറപ്പും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത് അത് ചാനലിലൂടെ കൈമാറി. അങ്ങനെയാണ് ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഈസി വാക്കോറായി അധികാരത്തിലേറിയത്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ഇതിന്റെ പുതിയ വേർഷനാണ് IS എന്ന് പറയുന്നത്. ഇതിന്റെ പുതിയ വേർഷനാണ് അറബ് മുസ്ലിം നാടുകളും നമ്മുടെ നാടുകളിലൊക്കെ പറയുന്ന ഭീകരവാദ കഥകൾ. പ്രിയമുള്ളവരെ, അതിന്റെയൊക്കെ പിന്നിലുള്ള പിന്നാമ്പുറങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനത്തിൽ അഭിമാനത്തോട് പറയട്ടെ, ഈ രാജ്യത്ത് നടത്തിയ ബോംബ് സ്ഫോടനങ്ങളിലെ കള്ള നാണയങ്ങളെ ഈ കേരളത്തിലെ മണ്ണിൽ പോലും തുറന്നു കാണിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്, അതിന്റെ മാധ്യമങ്ങളാണ്. മാധ്യമം പത്രമില്ലായിരുന്നുവെങ്കിൽ മീഡിയ വൺ ചാനൽ പോലും 500 കോടി രൂപ മുടക്കി യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ആരംഭിച്ചതുപോലും ഈ ചാനൽ ഇല്ലായിരുന്നുവെങ്കിൽ അഭിനവ് ഭാരതിയെ ആരും കാണുമായിരുന്നില്ല, സനാത സസ്തി ആരും കാണുമായിരുന്നില്ല. കേണൽ ശ്രീകാന്ത് പുരോഹിതനെ കേരളത്തിൽ ചർച്ച ചെയ്ത് നമ്മളാണ്. നമ്മുടെ ഒരു ചെറുപ്പക്കാരെ പത്രപ്രവർത്തകരാണ്. ഭീകര കഥയുടെ പിന്നാമ്പുറങ്ങൾ ഇന്ത്യയുടെ ജനങ്ങൾ, കേരളത്തിലല്ല, ഇന്ത്യയുടെ സമൂഹത്തിന് മുമ്പിൽ ഭീകര കഥയുടെ പിന്നാമ്പുറങ്ങൾ ഈ കേരളത്തിലെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ തുറന്നു കാണിച്ചത് മാധ്യമം പത്രത്തിന്റെ ഒരു ലേഖകനാണ്. ഞാൻ പറയുന്നത്, ഫാസിസത്തിനെതിരെയുള്ള ഇത്തരം സമരങ്ങളിൽ, പോരാട്ടങ്ങളിലും ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന വലിയ ഇസ്ലാമോഫോബിയെ തടഞ്ഞു നിർത്തുവാൻ കഴിയുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ പോലും ഇന്നും ജമാഅത്തെ ഇസ്ലാമിയാണ്. അതുകൊണ്ട് ഈ ഇസ്ലാമോഫോബിയെ പ്രതിരോധിക്കുന്ന ഈ പ്രതിരോധ സമരത്തിൽ നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം ആരോപണങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഇസ്ലാമോഫോബിക്, ഇസ്ലാം വിരുദ്ധ ശക്തികളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെ സംഘപരിവാറുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കേരളത്തിലെ ഇടതുപക്ഷം വരെയും ഈ താളത്തിൽ ഇവർക്ക് കിട്ടുന്ന മൈലേജ് ഇങ്ങോട്ട് കിട്ടുവാണെങ്കിൽ പോന്നോട്ടെ. ഈ കേരളം കലങ്ങിയാൽ കലക്കത്തിൽ മുസ്ലിം, ക്രൈസ്തവ, ഹൈന്ദവ ന്യൂനപക്ഷ രാഷ്ട്രീയങ്ങളുടെ ഒരു അനുപാതിക കണക്കുണ്ട്. അതിൽ ക്രൈസ്തവ വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഒക്കെ കുറെയൊക്കെ UDF-ന് അനുകൂലമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഒന്ന് കലക്കി കിട്ടിയാൽ കുളം കലങ്ങിയാൽ അതിലൂടെ കിട്ടുന്ന കലക്കവെള്ളത്തിൽ തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭമുണ്ടെന്ന് കരുതിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷം പോലും, കേരളത്തിലെ മതസൗഹാർദ്ദത്തിൽ പോലും കേരളത്തിൽ നഞ്ചു കലർത്തിക്കൊണ്ട് ക്രൈസ്തവരും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ സംഘപരിവാർ നടത്തുന്ന ശ്രമങ്ങൾക്ക് കൂടുന്ന ചിത്രമാണ് ഏറ്റവും അവസാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ കുട്ടികളെ, നമ്മുടെ കൊച്ചുമക്കളെ പോലും, SFI പോലുള്ള പ്രസ്ഥാനങ്ങൾ, ഏറ്റവും അവസാനം കേരളവർമ്മ കോളേജിൽ നിങ്ങൾ ചിത്രം കണ്ടില്ലേ? തുറന്ന ലൈംഗികത, ഉദാര ലൈംഗികത. എന്തിനാണ് ഈ കുടുംബം? എന്തിനാണ് ഈ കുട്ടികൾ? ഫാമിലി എന്തിന്? മുസ്ലിം പെണ്ണുങ്ങളെ പറ്റിയ ചോദ്യം. പർദ്ദ, വല്ലാത്ത പർദ്ദ. പ്രേതശരീരം, മൃതശരീരം, ചാക്ക് പൊതിഞ്ഞു.
അങ്ങനെ മുസ്ലിം പെണ്ണുങ്ങളെ പറ്റി ഭയങ്കര സങ്കടമാണ് ഈ വിപ്ലവ സഖാക്കൾക്ക്. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറയുന്നത്, എന്നിട്ട് ഇവർ കൊണ്ടുപോവുകയാണ് എങ്ങോട്ട്? ഉദാര ലൈംഗികത. ഫാമിലി സംവിധാനം തന്നെ ബൂർഷ്വാസിയുടെ ചൂഷണോപാധിയാണ് പ്രത്യയശാസ്ത്രവൽക്കരിച്ചവരാ. ഈ ഫാമിലി എന്ന സ്വകാര്യ സ്വത്ത്, ഭാര്യ, മക്കൾ, കുട്ടികളൊക്കെ സ്വകാര്യ സ്വത്തിന് വേണ്ടി ശ്രമിക്കും. അതൊന്നും പാടില്ല, അതൊന്നും വേണ്ട. അതുകൊണ്ട് കുട്ടികൾ എന്ന് പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, അത് പാട്ടായിരുന്നു. ഷിബു ചക്രവർത്തി 991 ഒരു പാട്ട്, 2003 പാട്ടുണ്ടായിരുന്നു. ഒരു പൂജാപട്ടുണ്ടെങ്കിൽ, ബൈക്കുണ്ടെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ പോരെ. എന്തിന് താലി? പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ, മേഞ്ഞു നടക്കും മൃഗങ്ങളും അതൊന്നും കഴിക്കാറില്ലല്ലോ. അതുകൊണ്ട് താരാട്ടെന്തിന്, തൊട്ടിലെന്തിന്, ഗർഭം എന്തിന്, പ്രസവം എന്തിന്? അതുകൊണ്ട് ഒരു പൂജാപട്ടുണ്ടെങ്കിൽ, ബൈക്ക് ഉണ്ടെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഒത്തുകഴിഞ്ഞ് മടുത്താൽ പിന്നെ ഗുഡ് ബൈ ചൊല്ലി പിരിഞ്ഞിടാം. ഒത്തുകഴിഞ്ഞ് മടുത്താൽ പിന്നെ ഗുഡ് ബൈ ചൊല്ലി പിരിഞ്ഞിടാം. ഇങ്ങനെ ലിവിങ് ടുഗദർ. അങ്ങനെ ഒരു പുരുഷൻ തന്റെ ഭാര്യയുമായിട്ടല്ലാതെ മറ്റൊരു സ്ത്രീയുമായി ബന്ധപ്പെടുന്നത് തെറ്റല്ല. ഒരു സ്ത്രീ തന്റെ ഭർത്താവിന് മാത്രമാണ് തന്റെ ലൈംഗികമായ ബന്ധം പാടുള്ളൂ എന്ന പിന്തിരിപ്പൻ നിയമം മാറേണ്ടതുണ്ട് എന്ന് സുപ്രീം കോടതി. ദേശാഭിമാനി വലിയ വാർത്ത. ഗേ, LGBT, ലെസ്ബിയൻ, ഭയങ്കര ലെസ്ബിയൻ, ആണും മണ്ണും. ഗേ, പെണ്ണും ആണും ആണും. അങ്ങനെ വല്ലാത്ത ജീവിതമാണ്. അങ്ങനെ മനോഹര ലൈംഗിക സ്വാതന്ത്ര്യത്തിന് വലിയ കഥകൾ. നമ്മുടെ കൊച്ചുമക്കളെ SFI പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇതുപോലുള്ള ഉദാര ലൈംഗികതയെ കുറിച്ച്, സ്വതന്ത്ര ലൈംഗികതയെ കുറിച്ച്, കുടുംബത്തിലെ കെട്ടുപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട്, പ്രിയമുള്ളവരെ, അത്തരം സഖാക്കൾ നമ്മൾ അവസാനം കേരളത്തിൽ ദത്തിവാദം കണ്ടില്ലേ? ഒരു പെണ്ണ് ഗർഭിണിയാകുന്നു, ഭർത്താവില്ല, ഭർത്താവ് വേറൊരു സഖാവാണ്, സഖാവാകട്ടെ വേറൊരു കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ തട്ടിച്ചെടുത്തു. അങ്ങനെ അവസാനം കുട്ടിയെ ദത്തു കൊടുക്കുന്നു. ഞാൻ പറയുന്നത് അതിന്റെ പാർട്ടി പറയാനില്ല. ജീവിതത്തിൽ കുടുംബം വേണ്ടെന്ന് പഠിപ്പിക്കുന്ന, കുടുംബത്തിന്റെ മുസ്ലിം സമൂഹം മനസ്സിലാക്കണം. ലോകം മുഴുവൻ മുസ്ലിം പെണ്ണുങ്ങളെ പറ്റി ഉത്കണ്ഠപ്പെടുമ്പോൾ, പർദ്ദയെ കുറിച്ച് വിമർശിക്കുമ്പോൾ, സാക്ഷാൽ യൂറോപ്യൻ സമൂഹം പോലും അവർക്ക് മതിയായതാണ് ഈ ക്ലബ്ബ് സംസ്കാരം, അവർക്ക് മതിയായതാണ് ഈ ഗേൾ സംസ്കാരം, അവർക്ക് മതിയായതാണ് ഈ സ്വതന്ത്ര ലൈംഗിക ജീവിതം. അവർ എയ്ഡ്സിലൂടെ, എബോളയിലൂടെ, ഉഷ്ണപ്പണിയിലൂടെ കുടുംബം തകർന്നവരാണ്. അതുകൊണ്ട് അവര് വലിച്ചെറിഞ്ഞ കുപ്പത്തൊട്ടിയിലെ വേസ്റ്റാണ് പ്രിയമുള്ളവരെ ഈ ഉദാര ലൈംഗികത. തായ്ലൻഡ് നമുക്ക് മാതൃകയല്ല, തായ്വാൻ നമുക്ക് മാതൃകയല്ല, അമേരിക്കയുടെ പബ്ബിംഗ് നമുക്ക് മാതൃകയല്ല. ഇപ്പോഴും മന്ത്രി പോലും പറയാം സ്വതന്ത്ര ലൈംഗികതയായിക്കൂടെ, ഫ്രീ സെക്സ് നടപ്പൂ. വീട്ടിൽ കഞ്ചാവ് കൃഷി നടത്തി അനുവദിക്കുക, അപ്പൊ കഞ്ചാവ് കച്ചവടം നടക്കുമല്ലോ. ഇങ്ങനെ വീട്ടിൽ കഞ്ചാവ് കൃഷി ചെയ്യാൻ പറയുന്ന, അതുപോലെ സ്വതന്ത്ര ലൈംഗികതയെ പറ്റി തുറന്നു പറയുന്ന, അങ്ങനെ ലിവിങ് ടുഗദർ പ്രോത്സാഹിപ്പിക്കുന്ന, കുടുംബത്തെ തകർക്കുന്ന, ഇന്നും ഞാൻ പറയുന്നു ലോകത്തെ ഏറ്റവും ശക്തമായ കുടുംബ സംവിധാനമുള്ളത് ഇസ്ലാമിക സമൂഹത്തിലാണ്, ഇസ്ലാമിക ശരീഅത്തിലാണ്. ലോകത്ത് വിമൻസ് എംബ്രേസിംഗ് ഇസ്ലാം. യൂറോപ്യൻ പെണ്ണുങ്ങൾ വരെ, യൂറോപ്യൻ മദാമമാർ വരെ പർദ്ദ ധരിച്ച് ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിലെ സ്ത്രീ, ഇസ്ലാമിലെ കുടുംബം, ഇസ്ലാമിലെ സംസ്കാരം, ഇസ്ലാമിലെ സദാചാരം, ആ സദാചാരത്തിൽ, ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ തീർച്ചയായിട്ടും മുഹമ്മദ് നബി അവർ അപമാനിക്കാൻ ഞാൻ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. ഓരോന്നോരോന്ന് ചർച്ച ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചിരിക്കാൻ, സംവദിക്കാൻ തീരുമാനിച്ചിരിക്കാൻ. നമുക്ക് ചർച്ച ചെയ്യാം പ്രവാചകനെ കുറിച്ച്. പ്രവാചകൻ കാമഭ്രാന്തനാണോ? പ്രവാചകൻ യുദ്ധക്കൊതിയനാണോ? പ്രവാചക ജീവിതത്തിൽ നിങ്ങൾ വായിക്ക്. നിങ്ങൾ പ്രവാചക ജീവിതത്തിൽ അടിമയത്തെ കുറിച്ചാണോ? പ്രവാചകൻ വരുന്നതിന് മുമ്പ് മക്ക എന്തായിരുന്നു? പ്രവാചക ശേഷം അടിമകൾ ആരാണ്? ബിലാൽ ആരാണെന്നറിയോ? അമ്മാർ ആരാണെന്നറിയോ? യാസിർ ആരാണെന്നറിയോ? പ്രിയമുള്ള റളിയല്ലാഹു അൻഹു ആണ് അടിമകൾക്ക് വില നൽകിയ, സ്വാതന്ത്ര്യം നൽകിയ. ഒരു പക്ഷേ ലോകത്ത് മംലൂക്കി എന്ന് പറയുന്ന അടിമ രാജവംശം, ലോകത്ത് അധികാര ഭരണവർഗം 300 വർഷക്കാലം ലോകത്ത്, ഇസ്ലാമിക ലോകത്തെ ഭരിച്ചിരുന്നത് അടിമ സമൂഹമാണ്. കുത്തുബുദ്ദീൻ ഐബക്കിന്റെ ഈ ഡൽഹിയിലെ വലിയ കുത്തുബ് മീനാർ പോലും ഉണ്ടാക്കിയത് കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന അടിമ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. അടിമകളെ ലോകത്തിന്റെ ഭരണാധികാരികളാക്കി സ്ത്രീകളെ ജീവിക്കാൻ അനുവദിച്ചു. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖാലു അലൻ നാസി യസ്തൗഫുൻ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ. ഈ ആയത്തിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹദു അലാ തആമിൽ മിസ്കിൻ. ഇത് ആയത്തല്ല കേട്ടോ, ഇത് വെറുതെ ആയത്തല്ല, ഇത് തജ്വീദിന്റെ തർത്തീബിൽ ഓയാ പോരാ. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖാലു അലൻ നാസി യസ്തൗഫൂൻ. ഇങ്ങനെ മണിച്ചും മറിച്ചും തജ്വീദും തരിമുക്കി കയറി ഇറക്കിയും നായും ഖായും ഖായും മഖ്റജ് പറഞ്ഞിട്ട് ആയത്തുകളല്ലത്. ഇത് മക്കയുടെ തെരുവിനെ പ്രകമ്പനം കൊള്ളിച്ച സൂക്തമാണ്. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖാലു അലൻ നാസി യസ്തൗഫൂൻ വഇദാ ഖാലുഹും അബ്സറുഹും യുഖ്സിറൂൻ അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊഥൂൻ അബസ വതവല്ല
ضل أن جاءه الأعمى وما يدريك لعله يزكى അപ്പുറത്ത് فلقتحم العقبة وما أدراك ما العقبة فك الرقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ഞാൻ പറയുന്നത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് അറിയണമെങ്കിൽ മക്കയിൽ സമൂഹത്തിൽ പ്രവാചകൻ കടന്നു വരുന്നുണ്ട്. പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ഒരു സമൂഹത്തിൽ, അളവ് തൂക്കത്തിൽ കൃത്രിമത്വം വരുത്തുന്ന ഒരു സമൂഹത്തിൽ, അനാഥകളെയും അഗതികളെയും ആട്ടിയകറ്റുന്ന സമൂഹത്തിൽ, പ്രിയമുള്ളവരെ വംശവെറിയുടെ വർണ്ണവെറിയുടെ കണ്ണില്ലാത്തവനെ അതുപോലെ അന്ധനെയും ബദിരനെയും ഒക്കെ പരിഹസിക്കുന്ന ഒരു സമൂഹത്തിൽ, അവിടെയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് കിട്ടിയ വിശുദ്ധ ഖുർആനുമായിട്ട് മക്കയുടെ തെരുവിലേക്ക്, കഅബയിലേക്ക്, ഉക്കാല ചന്തയിലേക്ക്, മക്കയുടെ തെരുവിലേക്ക് പ്രവാചകൻ കടന്നു വരികയാണ്. എന്നിട്ട് പ്രവാചകൻ മക്കയുടെ അഷ്ടദിക്കിനെ ഞെട്ടിച്ചുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, അതേ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, അതേ വൈലുൽ ലിൽ മുത്തഫിഫീൻ, അതേ വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുത്റത്. നിങ്ങൾ കുഴിച്ചുമൂടിയ പെൺകുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളെ ശവശരീരങ്ങൾ നാളെ മണ്ണിൽ നിന്നും പുറത്തെടുത്തിട്ട് ആ കുട്ടികളെ കൊണ്ടുവരും. എന്നിട്ട് ചോദിക്കും, എന്തിനാണ് എന്നെ കൊന്നത്? ചോദിക്കൂ പഠിച്ചവനെ, എന്തിനെന്നെ കൊന്നു എന്ന്. ഞാൻ പറയുന്നത് മുഹമ്മദ് മുസ്തഫ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഭ്രാന്തനാണെന്നോ? മുഹമ്മദ് മുസ്തഫ കാമപിശാചാണെന്നോ? മുഹമ്മദ് മുസ്തഫ തിന്മയുടെ വക്താവാണോ? അല്ലടോ. മുഹമ്മദ് മുസ്തഫ വൈലുൽ ലിൽ മുത്തഫിഫീൻ പറഞ്ഞ വ്യക്തിയാണ്. മുഹമ്മദ് മുസ്തഫ അബസറത്തവല്ല പഠിപ്പിച്ച വ്യക്തിയാണ്. മുഹമ്മദ് മുസ്തഫ ഫലഖതഹമൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമു ഫീ യൗമിൻ ദി മസ്ഖബ. അതേ മുസ്ലിം സമൂഹമേ, നിങ്ങൾ ഗിരി ശൃംഗങ്ങൾ താണ്ടേണ്ടതുണ്ട്. നിങ്ങൾ അടിമകളെ മോചിപ്പിക്കണം, അടിമ ചങ്ങലകൾ പൊട്ടിക്കണം. ഫക്കു റഖബ, അടിമ ചങ്ങലകൾ പൊട്ടിക്കണം. ഔ ഇത്ആമു ഫീ യൗമിൻ ദി മസ്ഖബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, അഗതികൾക്ക് മണ്ണ് കപ്പി അഗതികൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെ വംശീയതയെ, വർണ്ണവെറിയെ, പെൺകുട്ടികളെ കുഴിച്ചുമൂടിയവരെ ചോദ്യം ചെയ്ത ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫയ്ക്ക് മുമ്പുള്ള മക്ക, മുഹമ്മദ് മുസ്തഫയ്ക്ക് ശേഷമുള്ള മദീന. ആ മദീനയെ ചെന്ന് നോക്കി നിങ്ങൾക്ക് കാണാം, അവിടുത്തെ പള്ളിയുണ്ട്, അവിടെ ചന്തയുണ്ട്. അവിടെ മദീന എന്ന് പറയുന്ന നാട് ലോകത്തെ ഏറ്റവും നല്ല നാടാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫയെ പറ്റി നമുക്ക് ചർച്ചയാകാം. പ്രവാചകൻ അമ്മാടിമകളെ എന്ത് ചെയ്തു എന്ന് നമുക്ക് ചർച്ചയാകാം. സ്ത്രീകളെ പ്രവാചകൻ എവിടെ എത്തിച്ചു എന്ന് നമുക്ക് ചർച്ചയാകാം. നമുക്ക് ചർച്ച ചെയ്യാം, ശരീഅത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം, കുടുംബത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, ഫാമിലി, ഇസ്ലാമിലെ ഫാമിലിയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ സ്വതന്ത്ര ലൈംഗികതയാണോ വേണ്ടത്? നിങ്ങളുടെ ദത്തെടുത്ത പാർട്ടി സഖാക്കളുടെ ജീവിതമാണോ വേണ്ടത്? നിങ്ങളുടെ ആഭാസ ജീവിതമാണോ വേണ്ടത്? പ്രിയമുള്ളവരെ, നമുക്ക് ചർച്ചയാകാം. അതുകൊണ്ട് ഇസ്ലാം ചർച്ചയ്ക്ക് തയ്യാറാണ്, സംവാദത്തിന് തയ്യാറാണ്. ആ സംവാദത്തിനും ആ ചർച്ചകൾക്കുമൊക്കെ ജമാഅത്ത് ഇസ്ലാമി കേരളത്തിന്റെ മണ്ണിൽ അങ്ങാടികളിൽ, തെരുവുകളിൽ, ഗ്രാമങ്ങളിൽ ധീരമായി നേതൃത്വം നൽകാൻ തീരുമാനിച്ചു എന്നതാണ് ഈ ക്യാമ്പയിന്റെ സന്ദേശം. ഈ ക്യാമ്പയിൻ നിങ്ങൾ നെഞ്ചിലേറ്റെടുക്കണം, ധീരമായി ഏറ്റെടുക്കണം. പ്രവാചകന്മാരുടെ പാതാരബിന്ദു പിന്തുടരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനെ ഉഹദിന്റെ മണ്ണിൽ നാനാഭാഗത്തും ആക്രമിച്ചപ്പോൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പിലേക്ക് കയറി നിന്നു. ആ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു, നഹ്രി ദൂന നഹ്രി, എന്റെ നെഞ്ചത്ത് കൊള്ളരുത്, പ്രവാചകന്റെ നെഞ്ചത്ത് കൊള്ളരുത്, എന്റെ നെഞ്ചിൽ കൊണ്ടോട്ടെ. അങ്ങനെ പ്രവാചകന്റെ ശരീരത്തിൽ അമ്പ് തറക്കാതെ സ്വന്തം നെഞ്ച് കാണിച്ചു കൊടുത്ത അബൂ തൽഹ റളിയല്ലാഹു അൻഹു പിന്നിൽ നിന്നും അബൂ ദുജാന, യാ ലഹ്രി ദൂന ലഹ്രി, റസൂലുള്ളാഹിന്റെ മുതുകിൽ കൊള്ളരുത്, എന്റെ മുതുകിൽ കൊണ്ടോട്ടെ. അങ്ങനെ സ്വന്തം മുതുക് കാണിച്ചു കൊടുത്ത അബൂ ദുജാന, ഉമ്മു അത്തിയ, ഉമ്മു സലമ, ഉമ്മു അത്തിയ, ഉമ്മു അമ്മാറ, പെണ്ണുങ്ങളാണ്. സ്ത്രീകൾ വരെ വേഷം കെട്ടി പ്രവാചകനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അവിടെ വേഷം കെട്ടി നിന്ന് യുദ്ധം ചെയ്ത ഉമ്മു അമ്മാറ, ഉമ്മു അത്തിയ, അബൂ തൽഹ, അബൂ ദുജാന, മഹാനായ അബൂ ഉബൈദുൽ ജറാഹ്. രണ്ട് പല്ലില്ല, രണ്ട് പല്ല്, ഇവിടെ ഒരു പല്ലില്ല, ഇവിടെ ഒരു പല്ലില്ല. അള്ളാഹുവിന്റെ റസൂലിന് ഉഹദിൽ ഒരു ആണിയേറ്റിട്ട് രണ്ട് ഭാഗത്ത് കുത്തിക്കേറിയപ്പോൾ മഹാനായ അബൂ ഉബൈദുൽ ജറാഹ് പോയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ നെറ്റിയിൽ നിന്നും ആ ആണി പഠിച്ച് പറിച്ചെടുത്തു. അപ്പോൾ ഈ പല്ല് തെറിച്ചുപോയി, ഈ പല്ല് തെറിച്ചുപോയി. ഇപ്പുറത്തെ ആണി തെറിച്ചപ്പോൾ ആ ആണി പോയി വീണ്ടും വലിച്ചെടുത്തു, ഇപ്പുറത്തെ പല്ലും തെറിച്ചുപോയി. അതുകൊണ്ട് സ്വന്തം വലത്തെ പല്ലും ഇടത്തെ ഭാഗത്തെ പല്ലും തെറിച്ചുപോയ മഹാനായ അബൂ ഉബൈദുൽ ജറാഹുമാരാകാൻ മഹാനായ പ്രവാചകൻ നെഞ്ചത്ത് അമ്പ് കൊള്ളാതെ സ്വന്തം നെഞ്ചിൽ അമ്പേറ്റു വാങ്ങിയ അബൂ തൽഹമാരുടെ ചരിത്രം നിങ്ങൾ ഓർക്കണം. ഇപ്പുറത്തെ പ്രവാചകന് മുതുകത്ത് അമ്പേക്കാതിരിക്കാൻ സ്വന്തം മുതുക് കാണിച്ചു കൊടുത്ത അബൂ ദുജാനെ നിങ്ങൾ ഓർക്കണം, ഉമ്മു അമ്മാറി ഓർക്കണം. അതാണ് സഹാബിമാർ. എല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് 1400 കൊല്ലം മുമ്പുള്ള സഹാബിമാർക്ക് റളിയല്ലാഹു അൻഹു ഇവിടുത്തെ പാഴ്സൽ വിട്ട് സലാത്ത് ചൊല്ലിട്ട് അങ്ങോട്ട് അയച്ചാൽ പോരാ. നമുക്കാകണം ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ സഹാബിമാർ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച പോലെ ഈ നാട്ടിൽ, ഈ കേരളത്തിലെ മണ്ണിൽ സംഘപരിവാറും ക്രിസംഖികളും യുക്തിവാദികളും നിരീശ്വരവാദികളും അരാജകവാദികളും ഇൻസിസ്റ്റുകൾ
നിങ്ങൾക്ക് സ്വന്തം ഉമ്മയായിട്ട് ബന്ധപ്പെട്ട എന്താ കുഴപ്പം? സ്വന്തം സഹോദരിയുമായി ബന്ധപ്പെട്ട എന്താ കുഴപ്പം? കാക്ക അങ്ങനെ ചെയ്യണ്ടല്ലോ, കോഴി അങ്ങനെ ചെയ്യണ്ടോ? കോഴി കാളയ്ക്കുന്നതിന് വെളി, കാളയ്ക്ക് വേറെ നാളെ വേറെ വെളി, മറ്റന്നാളും നാളും വേറെ വേറെ വെളി. കാള എത്ര നല്ല സംസ്കാരം, കാള സംസ്കാരം എത്ര നല്ല കാള സംസ്കാരം. നമുക്ക് അങ്ങനെ ആയിക്കോട്ടെ. സ്വന്തം ഭാര്യയായിട്ട് തന്നെ ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞു? സ്വന്തം പെങ്ങളായിട്ട് ബന്ധപ്പെട്ട എന്തോ കുഴപ്പം? യുക്തിവാദി സംഘത്തിലെ ഒരു ബുദ്ധിജീവിയുടെ വർത്താനേ പറയും, ഇൻസിസ്റ്റ്. അതാണ് പ്രിയമുള്ള ഒരു ലോകത്തെ പുതിയ കാലഘട്ട ശരീഅത്ത്. ആ ശരീഅത്ത് വേണോ, നമ്മുടെ ശരീഅത്ത് വേണോ എന്ന് ചർച്ചയാകാം, സംവാദമാകാം. അത്തരം സംവാദത്തിനാണ് ജമാഅത്തെ ഇസ്ലാമി തുടക്കമിടുന്നത്. ആ സംവാദം നമ്മളെല്ലാവരും ഭാഗവക്കാടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.